പ്രൈസ് ദ ലോർഡ്. അരോമ ടി വിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും സാക്ഷ്യവും പങ്കുവയ്ക്കുന്നതിന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് അരോമ ടി വിയുടെ സ്ഥിരം പ്രേക്ഷകരിൽ ഒരാളായ കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ PG മാത്യൂസ് അങ്കിളാണ്. കർത്താവിന്റെ ദാസനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയ കർത്താവിന്റെ ദാസൻ തന്റെ ജീവിതാനുഭവങ്ങൾ നമ്മോടൊപ്പം പങ്കുവയ്ക്കുമ്പോൾ നമുക്ക് അവർക്ക് ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ PG മാത്യൂസ് അങ്കിളിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വിയുടെ പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും സാക്ഷ്യവും പങ്കുവയ്ക്കുന്നതിന് ഞങ്ങൾ സ്വാഗതം ചെയ്തുള്ളൂ. പ്രൈസ് ലോർഡ് അങ്കിളെ. അങ്കിളിനെ അരോമ ടി വിയുടെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്തുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഒന്ന് പരിചയപ്പെടുത്താമോ? എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? വീട്ടിൽ ആരൊക്കെയുണ്ട്? ഒരു വാക്കിൽ പരിചയപ്പെടുത്താം. തീർച്ചയായിട്ടും. എൻ്റെ പേര് പാസ്റ്റർ PG മാത്യൂസ്, പഴയമഠത്തിൽ നിന്നാണ് എൻ്റെ വീട്ടുപേര്. ഞാനിപ്പോൾ ജോയിൻ ചെയ്തിരിക്കുന്നത് കോട്ടയം ഡിസ്ട്രിക്റ്റിലുള്ള മുക്കൂട്ടുതറ എന്ന സ്ഥലത്ത് നിന്നാണ്. എനിക്ക് ഭാര്യയും 3 മക്കളുമുണ്ട്. കൊച്ചുമക്കൾ ഒക്കെ ഉണ്ട്. അങ്ങനെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു. 2 പെണ്ണും 1 ആണുമാണ് എനിക്കുള്ളത്. എല്ലാവരുടെയും കല്യാണം കഴിഞ്ഞു, ഗൃഹസ്ഥരാണ്. മോൻ ഇപ്പോൾ ദുബൈയിലായിരിക്കുന്നു. പ്രിയാങ്കളുടെ പരിചയപ്പെടുത്തി വളരെ സന്തോഷമുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് അരോമ ടി വിയുടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ദൈവിക അനുഭവങ്ങൾ, ബാല്യകാലം മുതൽ ഇങ്ങോട്ടുള്ളതായ നല്ല ഓർമ്മക്കുറിപ്പുകൾ തുടർമാനമായി സംസാരിക്കാം. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. അരോമ ടി വിയുടെ പ്രേക്ഷകരുമായി അല്പസമയം ആയിരിക്കാൻ വലിയവനായ ദൈവം ഒരുക്കിയ നല്ല അവസരങ്ങൾക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ഒരു യാക്കോബായ കുടുംബത്തിൽ ഒരു അച്ഛൻ്റെ കൊച്ചുമകനായി ജനിച്ച് വളർത്തപ്പെട്ട വ്യക്തിയാണ്. ഞങ്ങൾ 2 മക്കളാണ്. എൻ്റെ സഹോദരി ഉണ്ട്. ഇപ്പോഴും അവർ പാരമ്പര്യത്തിലാണ്. എൻ്റെ കർത്താവ് എന്നെ വിളിച്ചു വേർതിരിച്ച് കൃപയിലേക്ക് കൂട്ടി വരുത്തുവാൻ തക്കവണ്ണം ദൈവത്തിന് പ്രസാദം തോന്നി. അതും എൻ്റെ 49ാമത്തെ വയസ്സിൽ. അതുവരെ ഞാനൊരു പാരമ്പര്യ ക്രിസ്ത്യാനി ആയിരുന്നു. നല്ല അനുഭവ സാക്ഷ്യമുള്ള മാതാപിതാക്കളാൽ ഞാൻ വളർത്തപ്പെട്ടു. പക്ഷേ ഒരു മകൻ എന്നുള്ള ആ ഒരു സാഹചര്യം എന്നെ കൂടുതൽ കൂട്ടുകെട്ടുകളിലേക്കും അതുപോലെ തന്നെ ലോകത്തിന്റെ മോഹങ്ങളിലേക്കും ലോക ഇമ്പങ്ങളിലേക്കും ഒക്കെ ഇറങ്ങുവാൻ ചെറുപ്രായത്തിൽ തന്നെ ഇടയായി. ഞാൻ ഏതാണ്ട് 4-5 കിലോമീറ്ററോളം നടന്നാണ് പഠിച്ചുകൊണ്ടിരുന്നത്. SLC വരെ ഞാൻ പഠിച്ചിട്ടുള്ളൂ. 1963 SLC കംപ്ലീറ്റ് ചെയ്തു. എൻ്റെ ചെറു കാലഘട്ടത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഓർമ്മിക്കാൻ ഉണ്ട്. എങ്കിലും ഞാൻ ഒരു മദ്യപാനും അതുപോലെ തന്നെ പുകവലിക്കാരനും ഒക്കെ ആയി പോകാൻ സാഹചര്യം ഒരുങ്ങി ആ ഒരു ജീവിതം നയിച്ചു. ഇതൊന്നും ഒരു തെറ്റായിട്ട് ഞാൻ കണ്ടും ഇല്ല. അതാണ് അതിൻ്റെ സാഹചര്യം. എന്നാൽ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുകയും വേദപുസ്തകം വായിക്കുകയും അങ്ങനെ ഉള്ള ഒരു അനുഭവമായിരുന്നു എൻ്റെ ചെറിയ ബാല്യകാലം കഴിഞ്ഞ് SLC കഴിഞ്ഞ ആ വർഷം തന്നെ കോട്ടയത്ത് ഒരു എയർഫോഴ്സിന്റെ റിക്രൂട്ട്മെന്റ് ഉണ്ടായിരുന്നു. 1963 ആ റിക്രൂട്ട്മെന്റില് എനിക്ക് വാസ്തവത്തിൽ അർഹതപ്പെട്ടതല്ല. കാരണം എനിക്ക് വെയിറ്റ് ഒക്കെ വളരെ കുറവായിരുന്നു. എങ്കിൽ തന്നെയും ദൈവം എനിക്ക് ആ ഒരു സാഹചര്യം ഒരുക്കി തന്നത് കൊണ്ട് എനിക്ക് എയർഫോഴ്സിൽ സെലക്ഷൻ കിട്ടി. 1963 തന്നെ സെലക്ഷൻ കിട്ടി. ഞാൻ 1963 നവംബർ മാസം 9-ാം തീയതി ബാംഗ്ലൂരിൽ ചെന്ന് അവിടെ വെച്ച് എയർഫോഴ്സിൽ ജോയിൻ ചെയ്യുവാൻ തക്കവണ്ണം ഇടയായി. എയർഫോഴ്സിനെ പറ്റി പറയുന്ന എയർഫോഴ്സ് ഈസ് എ ബെറ്റർ കാരിയർ, ബെറ്റർ പേയും ബെസ്റ്റ് ഓഫ് ഡ്രീംസും. ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ എന്നെ എയർഫോഴ്സിലാക്കി. എല്ലാവിധ സൗകര്യങ്ങളോടും കൂടെ കട്ടിലേന്ന് മെത്തേ കിടത്തുന്ന അനുഭവമായിരുന്നു. അങ്ങനെ എയർഫോഴ്സ് ലൈഫ് ഞാൻ തുടർന്നുകൊണ്ടേ പോന്നു. ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് എനിക്ക് ആദ്യത്തെ അപ്പോയിൻമെന്റ് കൽക്കട്ടയിലും
തുടർന്ന് ഷില്ലോങ്ങിലുമായിരുന്നു. ഈ കാലയളവിലൊക്കെ മദ്യപാനമൊക്കെ ഒരു ഒരു ചടങ്ങെന്ന പോലെ എല്ലാ ദിവസവും അങ്ങനെയൊക്കെ കഴിഞ്ഞു. ഒരു പക്ഷേ ആ ഒരു സ്റ്റേജിൽ ഞാൻ മുൻപോട്ട് പോയിരുന്നു എങ്കിൽ എന്നെ തന്നെ കിട്ടത്തില്ലായിരുന്നു. ആ ഒരു സാഹചര്യങ്ങളിലേക്കൊക്കെ ജീവിതം മാറ്റിമറിയപ്പെടുവാൻ തക്കവണ്ണം ഇടയായി. അങ്ങനെ ഇരുന്ന് ഞാൻ വീട്ടിൽ ഏകമകൻ എന്നുള്ള ഒരു സാഹചര്യത്തിലായതുകൊണ്ട് ഞാൻ കമ്പാസനേറ്റ് ഗ്രൗണ്ട് ഡിസ്ചാർജ് വാങ്ങി ഏതാണ്ട് 7 വർഷമേ ഞാൻ എയർഫോഴ്സിൽ ജോലി ചെയ്തുള്ളൂ. കമ്പാസനേറ്റ് ഗ്രൗണ്ട് ഡിസ്ചാർജ് വാങ്ങി ഞാൻ നാട്ടിൽ വന്നു. നാട്ടിൽ വന്നതിന് ശേഷമാണ് 1971 എൻ്റെ വിവാഹം നടക്കുന്നത്. വിവാഹം വീട്ടുകാരാൽ ആലോചിക്കപ്പെട്ടതാണെങ്കിലും പിന്നെ ഒരു സ്നേഹവിവാഹമായി മാറിയോ എന്ന് ഞാൻ സംശയിക്കുന്നു. ഏതായാലും 71 ഞാൻ വിവാഹം കഴിച്ചു. 71 തന്നെ എനിക്ക് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ SI സെലക്ഷൻ കിട്ടി. അങ്ങനെ ഞാൻ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ജോയിൻ ചെയ്യുവാൻ തൊട്ടുകൊണ്ട് ഇവിടെയായി. 2-2.5 മാസത്തിനകം ഞാൻ പ്രിയപ്പെട്ടവളെയും ആദ്യമായി എനിക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടിയത് മണിപ്പൂരായിരുന്നു. മണിപ്പൂരിലെ, അതായത് ഇംഫാൽ, അവിടുത്തെ രാജ്ഭവനിലായിരുന്നു ഞങ്ങളുടെ ജോലി സ്ഥലം. അപ്പോൾ തന്നെ ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് സീക്രട്ട് സർവീസ് ആണ്. DCPW, ഡയറക്ടറേറ്റ് ഓഫ് കോർഡിനേഷൻ പോലീസ് വയർലെസ്. അപ്പോൾ IB, CBI, RO ഇതെല്ലാമായിട്ട് ഇന്റർകണക്റ്റഡ് ആണ് ഈ ഞങ്ങളുടെ ഓഫീസ്. എല്ലാ സ്റ്റേറ്റ് ക്യാപിറ്റൽസും ഞങ്ങളുടെ ഓഫീസ് ഉണ്ടായിരുന്നു. അങ്ങനെ പ്രാരംഭമായിട്ട് മണിപ്പൂരിന് പോകാനാണ് എനിക്ക് അവസരം കിട്ടിയത്. അന്ന് ബംഗ്ലാദേശുമായിട്ടുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഞാനിവിടെ നിന്ന് ഡൽഹിയിൽ ചെന്ന് അവരുമായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ഈ ടൈം നല്ലതാണ്, കാരണം എന്താ വെച്ചാൽ വിവാഹമൊക്കെ കഴിഞ്ഞാൽ അത് കാരണം ഈ ടൈമിൽ പോവുകയാണെങ്കിൽ നല്ലതാ. ഞാൻ പറഞ്ഞു എനിക്ക് മണിപ്പൂരിന് പോകാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, വേക്കൻസി മദ്രാസിലും ഉണ്ട്, മദ്രാസിൽ തരാം എന്നൊക്കെ പറഞ്ഞെങ്കിലും അവര് പറഞ്ഞു ഇപ്പോൾ പോകുന്നതാണ് നല്ലതെന്ന്. ഞാനും അങ്ങനെ അങ്ങ് പ്ലാൻ ചെയ്തു. ഞാൻ ഗുവാഹട്ടി വരെ ട്രെയിനിനും പിന്നെ അവിടുന്ന് ഫ്ലൈറ്റിനുമായി ഇംഫാലിൽ ജോലിക്ക് ജോയിൻ ചെയ്തു. എൻ്റെ പിതാവിനോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെയൊക്കെ ഇരിക്കുന്നു, എനിക്ക് ഒരു 3 ബെഡ്റൂം അപ്പാർട്ട്മെന്റാണ് താമസിക്കുവാനായിട്ട് ലഭിച്ചത്. ഞാൻ പറഞ്ഞു, പൊന്നമ്മ വന്നു കഴിഞ്ഞാൽ, എൻ്റെ വൈഫ് വന്നു കഴിഞ്ഞാൽ അവൾക്കും ഒരു ജോലി ക്രമീകരിക്കാൻ സാധിക്കും എന്നൊക്കെ പറഞ്ഞു. എൻ്റെ പിതാവ് കൽക്കട്ടായി വരെ കൊണ്ടുവിട്ടു. കൽക്കട്ടായിൽ നിന്ന് ഫ്ലൈറ്റിന് പുള്ളിക്കാരത്തി ജനുവരി 25 അവിടെ എത്തി, 1972. അങ്ങനെ ഞങ്ങളുടെ ജീവിതം അവിടെയായി. ആദ്യത്തെ എൻ്റെ മകള് പിറന്നത് അവിടെ തന്നെയാണ്. രണ്ടാമത്തേത് കൺസീവ് ആയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നാട്ടിലേക്ക് പോരുവാൻ തക്കവണ്ണം ഇടയായി. അങ്ങനെ 2.5 വർഷക്കാലം ഞാൻ മണിപ്പൂരിൽ ജോലി ചെയ്തു. തുടർന്ന് എനിക്ക് തിരുവനന്തപുരത്തേക്ക് സ്ഥലം മാറ്റം കിട്ടി. തിരുവനന്തപുരത്ത് 6 വർഷം ഉണ്ടായിരുന്നു. അതും കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഡൽഹിക്കാണ് ട്രാൻസ്ഫർ കിട്ടിയത്. അങ്ങനെ ഡൽഹി നോർത്ത് ബ്ലോക്കില് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ അങ്ങനെ ജോലി ചെയ്തു വരവേ ഞാൻ വിചാരിച്ചു 60 വർഷം വരെ ഒന്നും ജോലി ചെയ്യാനുള്ള സാധ്യതകൾ കുറവാണ്, വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ അതുപോലെയാണ് എന്ന് പറഞ്ഞ് ഏതായാലും കൊള്ളാം. ഞാൻ അവിടെ നിന്നും 20 വർഷം തികച്ചു. എയർഫോഴ്സ് സർവീസും പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ സർവീസും കൂടെ 20 വർഷം തികച്ച് 40ാമത്തെ വയസ്സിൽ VRS എടുത്തു, വോളണ്ടറി റിട്ടയർമെന്റ്. അങ്ങനെ എടുത്ത് 1985 ഞാൻ റിട്ടയർമെന്റ് എടുത്ത് നാട്ടിൽ വരുവാണ്ടൊക്കെ വന്നു. വരെയാണ് നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും ഒരു തൊഴിൽ വേണമല്ലോ എന്ന് വിചാരിച്ച് ഡൽഹിയിൽ നിന്ന് തന്നെ റെഡിമെയ്ഡ് സാധനങ്ങളും കാര്യങ്ങളും എല്ലാം മേടിച്ചുകൊണ്ട് ഇവിടെ വന്ന് 85 സെപ്റ്റംബർ മാസത്തോടുകൂടി ഞാൻ ഇവിടെ ബിസിനസ് തുടങ്ങി. എൻ്റെ ബിസിനസ് സ്ഥാപനത്തിന്റെ പേരാണ് ജോമാക് എംപോറിയം. ഇപ്പോൾ പാസ്റ്റർ എൻ്റെ പേര്
പരിചയപ്പെടുത്തി പി ജി മാത്യൂസ്. എന്നാൽ എൻ്റെ ദേശത്ത് കടന്നു വന്നു കഴിഞ്ഞാൽ എന്നെ ജോമാക്ക് എന്ന പേരിലേ അറിയത്തുള്ളൂ. കാരണം സ്ഥാപനം വിട്ട് 23 വർഷക്കാലം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ കട വളരെ ഭംഗിയായിട്ട് കൊണ്ടുപോകുവാൻ തക്കവണ്ണം വലിയവനായ ദൈവം സാഹചര്യങ്ങളെ ഒരുക്കി. ഞങ്ങൾ ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന കെട്ടിടമൊക്കെ വാങ്ങി. അങ്ങനെ സാമ്പത്തികമായ പരാധീനതകളൊക്കെ ഇതിൻ്റെ ഇടയിൽ എനിക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ ജീവിച്ചു വരവേ എൻ്റെ ഒരു കൂട്ടുകാരന് കടയിൽ വന്നു കഴിഞ്ഞപ്പോൾ, അദ്ദേഹം ദുബൈയിലാണ്. ദുബൈയിലെ റാസൽ ഖൈമയിലായിരുന്നു. അതിങ്ങനെ വന്നു ബിസിനസ്സൊക്കെ കണ്ടവന് വളരെ സന്തോഷമായി. എന്നോട് പറഞ്ഞിട്ട് ഇത്രയും നല്ല ബിസിനസ്സും ഒക്കെ ഉണ്ടല്ലോ, എന്നെ കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ തക്കവണ്ണം അവിടെ. ഞാൻ പറഞ്ഞിട്ട് അതെല്ലാം ഉണ്ട്, ഇന്ത്യയെല്ലാം ഇറങ്ങി കണ്ടു. എന്നാൽ ഗൾഫിൽ വരാനുള്ള ഒരു സാഹചര്യം എനിക്ക് ഇതുവരെയും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം, നീ ചെന്ന് കഴിഞ്ഞ് എനിക്ക് വിസ അയച്ചു തരണമെന്ന് പറഞ്ഞു. അങ്ങനെ 1994 ഇവൻ ഇവിടുന്ന് പോയി എൻ്റെ പാസ്പോർട്ടിൻ്റെ കോപ്പി ഫോട്ടോ ഒക്കെ കൊണ്ടുപോയി. ഏതായാലും കൊള്ളാം, 2 ആഴ്ചക്കകം വിസ അയച്ചു തന്നു. ഇവിടെ ഒരു ബിസിനസ് ഓടിക്കുക എന്ന് പറയുമ്പോൾ ഞാൻ തുടക്കം മുതലേ എൻ്റെ പ്രിയപ്പെട്ടവളുമായിട്ട് ബന്ധപ്പെട്ടാണ് കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് ഞാൻ പ്രിയപ്പെട്ടവളോട് പറയുവാൻ തക്കവണ്ണം ഇടയായി, ഇങ്ങനൊരു സാഹചര്യം വന്നിട്ടുണ്ട്, എങ്ങനെയാ നീ നോക്കി നടത്താൻ പറ്റുമോ? അങ്ങനെ ഒരു സാഹചര്യം സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ഓക്കെ, ബാക്കിയുള്ള ഞങ്ങളുടെ ക്ലയൻസിനെയൊക്കെ പരിചയപ്പെടുത്തി കൊടുത്തു. അങ്ങനെ 1999 ഫെബ്രുവരിയിലാണ് തോന്നുന്നു ഞാൻ റാസൽ ഖൈമയിലേക്ക് കടന്നു പോകുവാൻ തക്കവണ്ണം ഇടയായി. റാസൽ ഖൈമയിലേക്ക് കടന്നു പോകാൻ സാഹചര്യം ഒരുങ്ങിയപ്പോൾ, അല്ലെങ്കിൽ ദുബൈയിലേക്ക് UAE കടന്നു പോകാനുള്ള സാഹചര്യം ഒരുങ്ങിയപ്പോൾ, ഞാൻ അന്നും ഇച്ചിരി മദ്യപിക്കുമായിരുന്നു. അപ്പം എന്നോട് എൻ്റെ പ്രിയപ്പെട്ടവളോട് പറഞ്ഞില്ലായിരുന്നു, യാതൊരു കാരണവശാലും അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് മദ്യപിക്കരുത്, അവിടെ മദ്യപിച്ചു കഴിഞ്ഞാൽ ജയിലിലൊക്കെ ഇടും, അത് കാരണം അതിന് പോകരുതെന്ന് പറഞ്ഞു. ഞാൻ വളരെ ആലോചിച്ചിട്ട് ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം, ഞാൻ മദ്യപാനം ഇരുന്നുകൊണ്ട് നിർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് തിരിക്കുന്ന അന്ന് ഞാൻ 2 കാര്യങ്ങൾ ചെയ്തു. ഒന്ന്, വേദപുസ്തകം പൊട്ടിച്ചു വായിച്ചു. ഞാൻ സാധാരണഗതിയിൽ കടയിൽ ഇരിക്കുമ്പോഴാണെങ്കിലും സമയം കിട്ടുമ്പോഴൊക്കെ വേദപുസ്തകം വായിക്കുക ആയിരുന്നു എൻ്റെ ഒരു പതിവ്. അപ്പം പ്രസിദ്ധീകരണങ്ങളിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഗതികളിലൊന്നും ഞാൻ പോകാറില്ലായിരുന്നു. അതുകൊണ്ട് വേദപുസ്തകം വായിക്കുക. അങ്ങനെ വേദപുസ്തകം പൊട്ടിച്ചു വായിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഭാഗമാണ് ലേഖനം 2-ാം അധ്യായം 9-ാം വാക്യം. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. ഈ ഭാഗം വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. കാരണം എൻ്റെ ദൈവം എന്നോട് കൂടെയുണ്ട്, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. അപ്പോൾ ആ ഒരു അനുഭവത്തിലാണ് ഞാൻ ഇവിടെ നിന്ന് യാത്ര തിരിക്കുന്നത്. വൈഫിനോടും എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും അതൊരു സന്തോഷമായിരുന്നു. അങ്ങനെ ഞാൻ കൂട്ടുകാരൻ വിസ അയച്ചതനുസരിച്ച് ഞാൻ പോകാനായിട്ടുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്ത് ഏതാണ്ട് 2 മാസക്കാലം എനിക്ക് അതിന് വേണ്ടി വന്നു. അങ്ങനെ പോകാനുള്ള സമയമായി. പോകാൻ നേരത്തെ ഞാൻ വേദപുസ്തകം പൊട്ടിച്ചു വായിച്ചപ്പോൾ എനിക്ക് കിട്ടിയ വാക്യമാണ് 1 അധ്യായം 9-ാം വാക്യം. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. ഇതിൽ കൂടിയ ഒരു വാക്യം സത്യത്തിൽ വേദപുസ്തകത്തിൽ ഉണ്ടോ എന്ന് തന്നെ സംശയം. അതുപോലെ എനിക്ക് വളരെ അനുഗ്രഹപ്രദമായി തോന്നി. അങ്ങനെ ഞാൻ പ്രിയപ്പെട്ടവരോട് ഞാൻ തന്നെയാണ് പോയത്. എൻ്റെ കൂട്ടുകാരൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ അമ്മാച്ചനും വേറൊരു സഹോദരനും ഉണ്ടായിരുന്നു. ഞങ്ങൾ കോട്ടയത്ത് ചെന്നപ്പോൾ അവിടുന്ന് 12 മണിക്ക് ട്രെയിനുള്ളൂ. കോട്ടയത്ത് നിന്ന് കോഴിക്കോട് ചെന്നിട്ട് വേണം റാസൽ ഖൈമയ്ക്കുള്ള ഫ്ലൈറ്റ് എടുക്കാൻ. അങ്ങനെ ഞങ്ങൾ കോഴിക്കോട് നേരത്തെ ഒരു 9 മണിക്ക് മുമ്പേ ചെന്നു കഴിഞ്ഞപ്പോൾ ആഹാരം കഴിക്കാനായിട്ടൊക്കെ ഞങ്ങൾ പോയി. ആഹാരം കഴിക്കാൻ ചെന്നപ്പം അവര്
പറഞ്ഞ് നമുക്ക് എന്താ ഒരു കാര്യം ചെയ്യാം, അടുത്തുള്ള ഹോട്ടലിൽ നോക്കിയപ്പോൾ ഒരു ബാർ ഹോട്ടലാണ്. അപ്പൊ ഈ ബാർ ഹോട്ടലിൽ കയറാൻ ഒക്കെ അവർ തയ്യാറായി. ഞാൻ പറഞ്ഞ നോ പ്രോബ്ലം, ബാർ ഹോട്ടലിൽ കയറാൻ ഞാൻ കഴിക്കാതിരുന്നാൽ മതിയല്ലോ. ഞാൻ കഴിച്ചു കയറുന്ന വൈഫിനോട് സത്യപ്രതിജ്ഞ ചെയ്തു പോവാം, ഏതായാലും കൊള്ളാം. ഞങ്ങൾ കയറി ആഹാരം കഴിക്കാനിരുന്നു. ആഹാരം കഴിച്ചപ്പോൾ അവര് തിരിച്ച് സ്മോളൊക്കെ അടിച്ചു. ലാസ്റ്റിൽ എന്നോടൊന്ന് പറഞ്ഞു, അതൊന്നും വേണ്ട, ഒരു ബിയർ കുടിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറയുവാൻ തൊക്കെ ഇടയായി. ഏതായാലും ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് കൊടുത്ത ആ എഗ്രിമെന്റ് ഒക്കെ തെറ്റി. എഗ്രിമെന്റ് തെറ്റി ഞാൻ അവിടെ വെച്ച് തന്നെ അല്പം മദ്യപിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ പിന്നെ ഞങ്ങള് നേരെ ലാഫേക്ക് ഉള്ള ഫ്ലൈറ്റിന് വേണ്ടി കോഴിക്കോട് ചെന്നു. അവിടെ തങ്ങി പിന്നെ വൈകിട്ടെത്താനായിരുന്നു അവിടുന്നുള്ള ഫ്ലൈറ്റിൽ കയറിയപ്പോൾ ഇവിടുത്തേക്കായില്ല അപ്പുറമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലൈറ്റിൽ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട്, ഡ്രിങ്ക് ചെയ്യാനുണ്ട്, എല്ലാത്തിനും ഫ്രീ. അന്നൊക്കെ ഫ്രീ ആയിട്ടാണ്. അത് ഞാൻ പറയാമല്ലോ 94 എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും അതിനകത്തും ഇങ്ങനെയുള്ള സംഗതികളൊക്കെ അവൈലബിൾ ആണ്. അവിടെ ചെന്ന് കഴിഞ്ഞു. അവിടെ ചെന്നപ്പോൾ എൻ്റെ കൂട്ടുകാരൻ എന്നെ സ്വീകരിക്കാനായിട്ട് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഇരുവരെയും സ്വീകരിച്ച് തൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോയി. കൂട്ടുകാരൻ എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ എയർഫോഴ്സിലുണ്ടായിരുന്ന ആളാണ്. അദ്ദേഹം മിഡിൽ ഈസ്റ്റിലെ, അതായത് റാസൽ കൈമയിലെ BBME, ബ്രിട്ടീഷ് ബാങ്ക് ഓഫ് മിഡിൽ ഈസ്റ്റ്, അതിനകത്തെ നല്ലൊരു ഉദ്യോഗസ്ഥനായിട്ട് സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു മിനി ബാറാണ് അവൻ്റെ വീട്. അപ്പോൾ പിന്നത്തെ കാര്യമൊന്നും പറയാണ്ട് രീതിയിൽ അങ്ങനെ എൻ്റെ ജീവിതം ദുബൈയിൽ തുടങ്ങുവാൻ തക്ക നമ്മുടെ 2 ദിവസം അവിടെ താമസിച്ചു. തുടർന്ന് ഞാൻ ദുബൈയിലേക്ക് പോയി. ദുബൈയിൽ ചെന്ന് കൂട്ടുകാർ, യുവമാക്കെന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, കാരണം ഞങ്ങൾ 23 വർഷം. അപ്പൊ ഞാൻ പോകുമ്പം 10 വർഷമേ ആയിട്ടുള്ളൂ. കാരണം എന്നാലും ജോമാക്ക് ഫേമസ് ആയിരുന്നു. അങ്ങനെ അവരെല്ലാം എന്നെ വന്ന് കാണുകയും അങ്ങനെയുള്ള ഒരു സാഹചര്യമായിരുന്നു. ഏതായാലും ഞാൻ അവിടെ ജോലിക്കൊക്കെ അന്വേഷിച്ചു. ജോലി അന്വേഷിച്ച് ഒടുവിൽ ഒരു സ്ഥലത്ത് ചെന്ന് ഒമാൻ ഇൻഷുറൻസ് കമ്പനിയിൽ ഞാൻ ചെന്ന കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിച്ചു പറഞ്ഞു, ഈ വർക്ക് ചെയ്യുവാണെങ്കിൽ ഇവിടെ വിസ തരാം എന്ന് പറഞ്ഞു. വർക്ക് ചെയ്യാന്ന് പറയുമ്പോൾ അവർക്ക് വർക്ക് കൊടുക്കണം, ലൈവ്. അത് കൂട്ടുകാരുടെയൊക്കെ 3-4 പോളിസിയൊക്കെ എടുത്ത് എനിക്ക് അവർ ഒരു പ്രാവശ്യം കൂടെ വിസിറ്റ് വിസ എടുത്തു. അങ്ങനെ 6 മാസം അങ്ങനായി. അത് കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് ഒരു വിസ തന്നു. ആ വിസയിൽ ഞാൻ കണ്ടിന്യൂ ചെയ്തു. പക്ഷെങ്കിൽ ഒമാൻ ഇൻഷുറൻസിൽ തന്നെയല്ല, ഞാൻ മറ്റേ ഹോട്ടലുകളിലൊക്കെ ബാർമാനായിട്ടും അതുപോലെ തന്നെ സ്റ്റുവാർഡായിട്ടും ഒക്കെ ജോലി ചെയ്തിട്ടുണ്ട്. എല്ലാ 5 സ്റ്റാർ 7 സ്റ്റാർ ഹോട്ടലുകളിലൊക്കെ പോയി ജോലി ചെയ്യുമായിരുന്നു. അന്ന് അവിടെ അവർ തരുന്നത് മണിക്കൂറിനുള്ള പൈസയാണ്. ഒരു മണിക്കൂറിന് 10 ദിർഹംസ് വെച്ച് അവർ തരുമായിരുന്നു. അതായത് 10, 12, 20 മണിക്കൂറൊക്കെ ജോലി ചെയ്ത സമയങ്ങളുണ്ട്. അങ്ങനെ പോയി കാര്യങ്ങളൊക്കെ വലിയ കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് എനിക്ക് അവിടുത്തെ എമിറേറ്റ്സ്, അതായത് എമിറേറ്റ്സിലെ എയറോസ് താമസിക്കുന്ന അക്കോമഡേഷനിൽ റിസപ്ഷനിസ്റ്റ് ആയിട്ട് അല്ല, കെയർടേക്കറായിട്ട് എനിക്ക് ജോലി കിട്ടി. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് ജോയിൻ ചെയ്തു. വിസ ഒമാൻ ഇൻഷുറൻസിൻ്റെയാണ്. ഇവിടെ ചെന്ന് ജോയിൻ ചെയ്ത് വലിയ കുഴപ്പമില്ലാതെ പോവുക. 95 95 ലാസ്റ്റിലാ കയറിയെന്ന് തോന്നുന്നു. 95 ഒക്കെ ആയപ്പോഴത്തേന് ഞാൻ അവിടുത്തെ വലിയ കുഴപ്പമില്ലാത്ത നിൽക്കുന്ന ഒരു സാഹചര്യമായി. ഈ പറഞ്ഞതുപോലെ എൻ്റെ കൂട്ടുകാരൻ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയായിരുന്നു. അന്ന് 48 രാജ്യങ്ങളിലേക്ക് എമിറേറ്റ്സിന്റെ ഫ്ലൈറ്റുകൾ പോകുമായിരുന്നു. ഇവര് ഫ്ലൈറ്റ് എല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പം നമ്മളെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുത്തരുന്നത് ലിക്കർ സിഗരറ്റ്, ഇതായിരുന്നു അവരുടെ. നമ്മളെ ഒന്ന് അവർക്കൊരു സന്തോഷമാണ്. അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ റൂം ഒരു ബാറായി മാറി. ഏതാണ്ട് 48 രാജ്യങ്ങളിലെ മിക്കവാറും എല്ലായിട്ടും
എൻ്റെ റൂമിൽ അവൈലബിൾ ആയി. അങ്ങനെ ഇരിക്കുന്ന അളവിലും ഞാൻ ഒരു കാര്യം ചെയ്യുമായിരുന്നു. ഇഷ്ടംപോലെ സമയമുണ്ട്. തന്നെയല്ല 7 ഫോണുകളാണുള്ളത്. അതിനകത്ത് ഇന്റർനാഷണൽ ഫോണുമുണ്ട്. അപ്പം വീട്ടിൽ ഇവിടെ എസ്ടിഡി ബൂത്തും ഒക്കെ ഉള്ളത് കൊണ്ട് വിളിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുകയും എപ്പോഴും എല്ലാ സൗകര്യങ്ങളും തന്നുകൊണ്ടിരുന്നു. സാലറി പറയുന്നത് പോലെ കൂടുതലൊന്നുമില്ല, എങ്കിലും ഒരു അന്നത്തെ ഇതില് ഒരു 10 രൂപ സേവ് ചെയ്ത് അയക്കാൻ പറ്റുമായിരുന്നു, അതേ ഉള്ളൂ. ഏതായാലും അങ്ങനെ കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരുന്നു. ലെഷർ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഡ്യൂട്ടി ടൈമില് ഞാൻ വേദപുസ്തകം വായിക്കുക പതിവായിരുന്നു. അങ്ങനെ വേദപുസ്തകം വായിച്ചുകൊണ്ടേയിരുന്നു. വേദപുസ്തകം വായിച്ചുകൊണ്ടിരുന്നപ്പം ഈ വേദപുസ്തകം പഠിക്കുന്നത് കണ്ട ഒരു വ്യക്തി, ഞങ്ങളുടെ ആ ബിൽഡിങ്ങിൽ തന്നെ ഒരു ഓഫീസിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന വർഗീസ് റെൻഷി കോരിൽ എന്ന് പറയുന്ന ഒരു വ്യക്തി, പെന്തക്കോസ്തുകാരനാണ്. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, അച്ചായന് ഈ വേദപുസ്തകമൊക്കെ വായിക്കുന്നത് കാണുമ്പോൾ നല്ല സന്തോഷമുണ്ട്. പക്ഷെ വൈകിട്ട് ഡ്യൂട്ടി കഴിഞ്ഞ് കയറിയാൽ ഉടനെ മദ്യപിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതെന്നാ ഇങ്ങനെയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, മദ്യപാനം അത് നമ്മളൊരു ഡീസന്റ് ഡ്രിങ്കറാണ്. അപ്പം അത് കാരണം അത് കുഴപ്പമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് എൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞപ്പോ അച്ചായൻ അങ്ങനെ ആണെങ്കിൽ പിന്നെ എന്തോ ചെയ്യാനാ? ഞാൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, കർത്താവിന്റെ ദാസൻ പാസ്റ്റർ പോൾ ഗോപാലകൃഷ്ണൻ ദോഹയിൽ വെച്ചെടുത്ത ഒരു ക്ലാസ് ഉണ്ട്. ദൈവസഭ 1 മുതൽ നരകത്തിലെ മുറികൾ വരെയുള്ള വിഷയങ്ങളെ ആസ്പദമാക്കി 15 ദിവസത്തെ ക്ലാസ്സാണ്. അതിന് ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ കൊണ്ടുതരട്ടെ എന്ന് ചോദിച്ചു. അപ്പം എനിക്ക് വളരെ സന്തോഷം. അപ്പോൾ ഇത് കിട്ടിയപ്പം മുതൽ ഞാൻ എൻ്റെ ശ്രദ്ധ മുഴുവൻ അതിനകത്തായി. അത് പഠിക്കണം, അത് പഠിക്കുക, മോളടിക്കുക എന്നുള്ളത് ശരിയാ. ഇത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും കണ്ടുകൊണ്ടിരിക്കുമ്പോഴും ഒക്കെ മോളടിക്കുമായിരുന്നു. എന്നാൽ തെറ്റാണെന്നൊരു തോന്നൽ എൻ്റെ മനസ്സിലുണ്ട്. എന്നിരുന്നാൽ തന്നെ അത്ര തെറ്റായിട്ടോട്ട് കണ്ടുപിടിച്ച. അങ്ങനെ ഇരുന്ന് ഒരു ദിവസം എൻ്റെ കൂട്ടുകാരൻ എന്നോട് പറഞ്ഞു, നാട്ടിൽ നിന്നൊരു ദേവദാസൻ വരുന്നുണ്ട്, വളരെ ഫേമസ് ദേവദാസനാണ്. അച്ചായനോട് വന്നായിരുന്നെങ്കിൽ നമുക്ക് ആ മീറ്റിങ്ങിലൊന്ന് സംബന്ധിക്കാമായിരുന്നു. ഞാൻ പറഞ്ഞതിനെന്നെ ഞാൻ വരാം. അപ്പം രാവിലെ മീറ്റിംഗ്, ഞാൻ വരാം. അങ്ങനെ അദ്ദേഹം എന്നെ ക്ഷണിച്ചു, എന്നെ കൊണ്ടുപോയി. അവിടെ ചെന്നു ഈ ദേവദാസനുമായിട്ട് കുറേ നേരം സംസാരിച്ചെല്ലാം കഴിഞ്ഞപ്പം ഞാനിങ്ങനെ സ്മോൾ അടിക്കുമെന്നും സിഗരറ്റ് വലിക്കുമെന്നും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. കുറെ കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ദൈവത്തിന് അത്ര ഇഷ്ടമുള്ള കാര്യമൊന്നും അല്ല ഇപ്പൊ അച്ചായം കഴിക്കുക, ഞാൻ അതിനെപ്പറ്റി എന്തു പറയാനാ എന്നുള്ള രീതിയിൽ അദ്ദേഹം എന്നോട് സംസാരിച്ചു. ലാസ്റ്റില് സംസാരിച്ചെല്ലാം കഴിഞ്ഞ് എന്നോട് പറഞ്ഞു, എന്നാൽ നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. പ്രാർത്ഥിക്കാനായിട്ട് അദ്ദേഹത്തിന് മുറിയിൽ ഇരുന്നു. പായൊക്കെ ഇട്ടിട്ടുണ്ട്, വേദപുസ്തകം കൊണ്ട് പായയില്. എന്നോട് പറഞ്ഞു, അച്ചായന് ഒരു തീരുമാനം എടുക്കാവൂ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കള്ളുകൂടി സിഗരറ്റ് ഞാൻ അങ്ങ് വിടുക എന്നൊരു തീരുമാനം എടുക്കാവൂ. ആ ദേവദാസിന്റെ പേര് വിൽഫ്രഡ് സൈമൺ, വർക്കലക്കാരൻ. അങ്ങനെ ഞാനൊരു കാര്യം ചെയ്തു. അദ്ദേഹത്തിന്റെ വേദപുസ്തകം ഞാൻ തന്നെ എൻ്റെ കൈ കൊണ്ട് മടക്കിയിട്ട് ഞാൻ പറഞ്ഞു, നമുക്ക് ഇവിടെ കൊണ്ട് നിർത്താം. കാരണം ഞാൻ ഒരിക്കലും മദ്യപാനം നിർത്താൻ ആഗ്രഹിക്കുന്ന വ്യക്തിയല്ല. നാട്ടിൽ വന്ന കോട്ടായുണ്ട്. അപ്പം അത് നിർത്തേണ്ട ആവശ്യമില്ല. തന്നെയല്ലേ, ഞാൻ മദ്യപിച്ചാലും വീട്ടിലോ അല്ലെങ്കിൽ വീട്ടുകാർക്കോ ഒന്നും യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടില്ല ഇതുവരെ. അങ്ങനെ ഇരുന്ന സാഹചര്യത്തിൽ അദ്ദേഹം പറഞ്ഞു, ഓക്കെ, ഒരു വാക്ക് പ്രാർത്ഥിച്ചങ്ങ് വിട്ടു. അത് കഴിഞ്ഞ് സിയുടെ മീറ്റിംഗ് ഉണ്ടായിരുന്നു, ക്രൈസ്റ്റ് അംബാസഡേഴ്സ് മീറ്റിംഗും കഴിഞ്ഞ് ഞാൻ എന്നെ അദ്ദേഹം ഷാജ് ദുബൈ കൊണ്ടുവിട്ടു. ഞാൻ ദുബൈ കൊണ്ടുവിട്ടു. വീട്ടിൽ വന്ന് ഞാൻ നന്നായിട്ട് അങ്ങ് മദ്യപിച്ചു. പിറ്റേ ദിവസം കാലത്ത് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ബാത്റൂമിൽ പോകാൻ സിഗരറ്റ് എടുത്ത് കഴിഞ്ഞപ്പോൾ സിഗരറ്റ് വലിക്കണ്ടെന്നൊരു തോന്നൽ എൻ്റെ ഹൃദയത്തിൽ വരുവാൻ തക്കവണ്ണം ഇടയായി. അപ്പം അതങ്ങനെ അത് കഴിഞ്ഞു, ചായ കുടിച്ചു. എന്നിട്ടൊക്കെ വലിക്കണമെന്നുണ്ട്, എന്നാലും
പഠിക്കുന്നില്ല എന്നൊരു തീരുമാനമെടുത്തു. അങ്ങനെ ഇരുന്നു. പത്രം വായനയെല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ വേദപുസ്തക പഠനത്തിലേക്ക് വേദപുസ്തകം വായിക്കാനായിട്ട് വേദപുസ്തകം എടുത്തു. അന്ന് ഞാൻ എടുത്ത ഭാഗം കൊരിന്ത്യ ലേഖനം 2 കോരിന്ത്യർ 5-ാം അധ്യായം. ആ 5-ാം അധ്യായം ഇങ്ങനെ വായിച്ചു വരുമ്പോൾ അതിനകത്ത് 17-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി, പഴയത് കഴിഞ്ഞുപോയി. ഇത് എനിക്ക് മുന്നോട്ട് പിന്നെ എടുത്ത് വായിക്കാൻ പറ്റാത്ത ഒരു അനുഭവമായിരുന്നു. പിന്നെ എനിക്ക് മുന്നോട്ടൊന്നും എടുക്കാൻ സാധിക്കുന്നില്ല. ഞാൻ അങ്ങ് ആകെപ്പാടെ വിഷമത്തിലായി. ഞാൻ പറഞ്ഞ കർത്താവ് ഇതെന്നാ? അപ്പം എനിക്ക് ഭയങ്കരമായ വിഷമം തോന്നി. ചിലപ്പം നെഞ്ചു പൊട്ടിപ്പോകാൻ തോന്നുന്നു, അല്ലെങ്കിൽ എന്തോ വളരെ വിഷമം. ഞാൻ ഇരിക്കുന്നതിൻ്റെ തൊട്ട് തന്നെയാണ് എൻ്റെ മുറി. അപ്പം ഞാൻ റൂം തുറന്നു, അതിനകത്ത് കയറി കതവ് കുറ്റിയിട്ടിട്ട് ഞാൻ ഇച്ചിരി നേരം കരഞ്ഞു കഴിഞ്ഞ് പോയി ബാത്റൂമിലൊക്കെ പോയി മുഖമൊക്കെ കഴുകി വീണ്ടും കടന്നു വന്നു കഴിഞ്ഞ് ഞാൻ അവിടെ ഇരിക്കുമ്പം പിന്നെയും ഈ വാക്യം, ഒരുത്തൻ ക്രിസ്തുവിലായാലും പുതിയ സൃഷ്ടിയായി, പഴയത് കഴിഞ്ഞു. ഞാൻ അന്നേരം അത് മഞ്ഞ ഇത് വെച്ച് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് തന്നെ വീണ്ടും വന്നിങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ ദൈവത്തോടൊരു കാര്യം പറഞ്ഞു. പക്ഷെ അന്നേരം പല ചിന്തകൾ എൻ്റെ മനസ്സിൽ വന്നു. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു, ആരെയും കണ്ടില്ല. അപ്പൊ ഞാൻ ദൈവത്തെ അന്വേഷിച്ചില്ല. പക്ഷെ ഞാൻ ദൈവത്തോട് പറഞ്ഞു, നീ ജീവിക്കുന്ന ദൈവമാണെങ്കിൽ നീ എന്നോട് ഇടപെടണം, നീ എന്നോട് സംസാരിക്കണം. 1997 ഓഗസ്റ്റ് മാസം 1-ാം തീയതിയാണ് ഈ സംഭവം. അപ്പൊ ഞാന് ദൈവത്തോട് പറഞ്ഞു, ദൈവം നീ ജീവിക്കുന്ന ദൈവമാണ്, നീ എന്നോട് ഇടപെട്ടേ മതിയാവൂ, നീ എന്നോട് സംസാരിച്ചേ മതിയാവൂ. നീ എന്നോട് സംസാരിച്ചു കഴിഞ്ഞാൽ ഞാനിപ്പോൾ കഴിക്കുന്ന മദ്യപാനം, സിഗരറ്റ് വലി, എന്തെല്ലാം കർത്താവിന്റെ സന്നിധി തെറ്റെന്ന് തോന്നുന്നു അതെല്ലാം ഞാൻ വിടാൻ തയ്യാറാണെന്ന് പറയുവാൻ തക്കവണ്ണം ഇടയായി. എൻ്റെ ദൈവം എന്നെ വാസ്തവത്തിൽ അന്നാണ് കരങ്ങളിലെടുത്തത്. അന്ന് എന്നെ ആത്മാവിൽ നിറച്ച് ഞാനൊരു കച്ചിത്തുറുവിന്റെ അനുഭവമായി പോയി. ഞാൻ ഇരിക്കുന്ന ആ കൗണ്ടറിനകത്ത് ഞാൻ അങ്ങ് നിറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അല്പം കഴിഞ്ഞപ്പോൾ എൻ്റെ ശരീരം ആത്മദേഹികളെ പൊക്കി എൻ്റെ ശരീരം പോയി മേളിലെ സീലിങ്ങിൽ പോയി ഇടിക്കുന്ന ശബ്ദം കേട്ടു. പറഞ്ഞാൽ കിലികിലികിലികിലാ എന്ന് ഉള്ള ഒരു ശബ്ദത്തോടെ ഒടുവിൽ 11 മണിയായപ്പോൾ, അതായത് 1995 ഓഗസ്റ്റ് മാസം 1-ാം തീയതി 9:30 മണി മുതൽ 11 മണി വരെ എന്നെ ആത്മാവിൽ നിറച്ച്. അന്നേരമൊക്കെ വേറൊരു കാര്യമുണ്ട്, എയർഫോഴ്സസ് പോകുന്നുണ്ട്, വരുന്നുണ്ട്, ഹായ് മാത്യൂസ് പറയുന്നുണ്ട്, അവരോടെല്ലാം ഞാൻ കൃത്യമായി സംസാരിക്കുന്നുമുണ്ട്. പക്ഷേ ഒന്നെനിക്കറിയാം, ഞാൻ എൻ്റെ മുറി കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. അപ്പൊ ഇവിടെ നിന്ന് എന്നെ കണ്ണാടിക്കകത്ത് നോക്കുമ്പോൾ എനിക്ക് യാതൊരു കുഴപ്പവുമില്ല, ഞാൻ നല്ല പെർഫെക്റ്റാണ്. പക്ഷേ എൻ്റെ മനസ്സുകൊണ്ടും അല്ലെങ്കിൽ എൻ്റെ ശരീരം കൊണ്ടും ഞാൻ ഇങ്ങനെ പറന്ന് നടക്കുക. ഒടുവിൽ 11 മണിയായപ്പോൾ ഞാൻ ദൈവസന്നിധിയിൽ ഒരു തീരുമാനമെടുത്തു. അത് ഇനി ജീവിക്കുന്നത് ഞാൻ നിനക്ക് വേണ്ടിയായിരിക്കും. ഞാൻ എൻ്റെ മദ്യപാനവും എൻ്റെ സിഗരറ്റ് വലിയും ഇപ്പോൾ ഈ നിമിഷം നിർത്തും എന്ന് ദൈവസന്നിധിയിൽ തീരുമാനമെടുത്തു. ഇപ്പോഴാണോ ബലൂണ് വീർപ്പിക്കുമല്ലോ, ബലൂൺ വീർപ്പിച്ചിട്ട് ചുമ്മാ അങ്ങ് വിട്ടു കഴിഞ്ഞാൽ അതെങ്ങനെ പോയി നിൽക്കും എന്ന് പറഞ്ഞതുപോലെ എൻ്റെ ശരീരം ഭൂമിയിൽ വന്ന് നിന്നു. അവിടെ അതൊരനുഭവമായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവളെ വിളിച്ച് ഞാൻ പറഞ്ഞു, അത് ഞാൻ പറഞ്ഞല്ലോ, ഇന്റർനാഷണൽ 7 ഫോണാവുള്ളത്, ഇന്റർനാഷണൽ ഫോണുമുണ്ട്. അപ്പം ഞാൻ പറഞ്ഞില്ല ഇതുപോലെ ഞാൻ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കർത്താവിനെ അറിഞ്ഞു. അതുകൊണ്ട് ഞാൻ എൻ്റെ മദ്യപാനവും സിഗരറ്റ് വലിയൊക്കെ നിർത്തിയെന്ന് പറഞ്ഞു. എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര നാളത്തേനാണ്? പലവട്ടം അതുപോലെ നിർത്തുകയും ശ്രമിക്കുകയൊക്കെ ചെയ്തതായതുകൊണ്ട് അവർക്കും സംശയം. ഞാൻ പറഞ്ഞു, അല്ല, അങ്ങനല്ല. അങ്ങനെ 1995 ഓഗസ്റ്റ് മാസം 1-ാം തീയതി ഞാൻ എന്നെ തന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ രാത്രിയിൽ വർക്ക് ചെയ്യുന്ന ആ സഹോദരനെ ഞാൻ പരിചയപ്പെടുത്തിക്കൊണ്ടിട്ടുണ്ട്. ഞാൻ ഒരു ഒമാൻ ഇൻഷുറൻസിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്, അവിടുന്നാണ് ചാടിയത് എന്നൊക്കെ പറയുമായിരുന്നു. ഏതായാലും സാഹചര്യങ്ങളൊന്നും നമുക്ക് അന്നേരം അനുകൂലം അല്ലായിരുന്നു. ഇതിനിടയ്ക്ക് ഒരു സമയത്ത് എൻ്റെ മക്കള്
അവരൊരാള് ഡൽഹിയിലും ഒരാള് ബാംഗ്ലൂരിലും പഠിച്ചുകൊണ്ടിരിക്കുക. ഈ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ രണ്ടുപേരും ഒരുമിച്ച് പ്ലാൻ ചെയ്ത് നാട്ടിൽ വരാൻ. അപ്പം നാട്ടിൽ വരാൻ പ്ലാൻ ചെയ്തപ്പം ഇവർ പറഞ്ഞു നമ്മൾ നാട്ടിൽ പോയിട്ട് എന്നാ എടുക്കാനാ, മമ്മി കാലിന്റെ കടയിൽ പോകും, ഡാഡി ജോലിയില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ പ്ലാൻ എല്ലാം ഡ്രോപ്പ് ചെയ്യാൻ ഒരുങ്ങിയത്. അപ്പൊ ഞാൻ പറഞ്ഞു, അതെന്തിനാ നിങ്ങൾ ഡ്രോപ്പ് ചെയ്ത്, നിങ്ങൾ വാ നാട്ടിൽ ചെല്ല് എന്ന് പറഞ്ഞു. എനിക്ക് വരാൻ ഒക്കത്തില്ല, കാരണം പണ്ട് പറയത്തില്ലയോ, അമ്പ് കുമ്പളത്ത് വില്ല് ഏപ്പാട്ട് ചെയ്യാനുള്ളവൻ മരമോട്ട് എന്ന് പറഞ്ഞതുപോലെ എന്റെ പാസ്പോർട്ട് ഒരിടത്ത്, എന്റെ ജോലി വേറൊരിടത്ത്. അങ്ങനെ ആ സാഹചര്യത്തിൽ എനിക്ക് യാതൊരു കാരണവശാലും പിള്ളേരുടെ അടുത്തോട്ട് വരിക എന്നത് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. അവിടുന്ന് അവധി തന്നാൽ തന്നെ. അപ്പം അവധി തന്നാൽ എങ്ങനെ, പാസ്പോർട്ട് വേണ്ടേ? ഏതായാലും എനിക്ക് ഇതൊന്നും സാഹചര്യങ്ങളൊന്നും അനുകൂലമല്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞല്ലോ, എന്നെ ഇതുപോലെ പരിചയപ്പെടുത്തി കൊടുത്ത, അല്ലെങ്കിൽ എൻ്റെ കൂടെ രാത്രി ജോലിയുള്ള ഈ പയ്യൻ, എനിക്ക് തോന്നുന്നു അദ്ദേഹം ഒമാൻ ഇൻഷുറൻസിൽ വിളിച്ചു പറഞ്ഞു, ഇന്നതുപോലെ നിങ്ങളുടെ അവിടുത്തെ വിസയുള്ള ആള് ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. അപ്പൊ അവർ ചോദിച്ചു എവിടെ ആ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി കഴിഞ്ഞ് സെപ്റ്റംബർ 8 ഞാൻ സ്നാനപ്പെട്ടു. സെപ്റ്റംബർ 8 സ്നാനപ്പെട്ട് കഴിഞ്ഞ് 9 ഒരു വിളി വന്നു, ഇതുപോലെ പി ജി മാത്യൂസ് ആണോ? ഞാൻ പറഞ്ഞത് മാത്യൂസ് വേറെ ആരെങ്കിലും ഞാൻ പറഞ്ഞ എൻ്റെ ഇതുപോലെ നിർത്താം. എനിക്ക് ശബ്ദം കേട്ടപ്പോൾ എനിക്ക് തോന്നി ഞങ്ങളുടെ PRO യാണ്. കാരണം അദ്ദേഹം ഒരു മിസ്രിയാണ്, മിസ്രി തന്നെ മിസ്രിയാണ്. അപ്പം അയാളുടെ ശബ്ദം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി. ഞാൻ ചെയ്യുന്ന സാറേ നത്തിങ് എന്ന് പറഞ്ഞ് വിളിച്ചു. പിറ്റേ ദിവസവും വിളിച്ചു. പിറ്റേ ദിവസം ഓഫീസിൽ നിന്ന് വേറൊരാളാണ് വിളിച്ചത്. നിന്റെ ലൊക്കേഷനും കാര്യങ്ങളും ഒക്കെ എവിടെ ആയെന്നതാണ്. അത് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഇച്ചിരി ഗൗരവതരമാണ്, എനിക്കിനി ഇവിടെ തുടരാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ എൻ്റെ ഓഫീസിൽ ചെന്ന് പറഞ്ഞു, ഇതുപോലെ ഇരിക്കുന്നു, എന്നെ കൊടുക്കാൻ ആൾ വരുന്നുണ്ട്, ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞൊരു കാര്യം, എനിക്ക് ഞങ്ങൾ വേറൊരു സ്ഥലത്ത് അപ്പോയിൻമെന്റ്, വേറൊരു സ്ഥലത്തേക്ക് നിന്നെ മാറ്റാം. അപ്പൊ അവർക്ക് അറിയത്തില്ലല്ലോ. ഞാൻ പറഞ്ഞു അത് വേണ്ട, ഞാൻ ഇവിടെ തന്നെ നിന്നോളാം. അന്നത്തെ എൻ്റെ ചിന്ത, ദോഷമായിട്ടൊന്നും എന്നോട് എൻ്റെ താതൻ ചെയ്യുകയില്ല. എൻ്റെ കർത്താവിനെ അറിയുന്ന ആ ഭാഗം, കർത്താവിനെ യഥാർത്ഥത്തിൽ വിളിച്ചിറക്കി കണ്ട വ്യക്തിയാണ് ഞാൻ. അപ്പം ഞാൻ വിചാരിച്ചു ദോഷമായിട്ടൊന്നും എന്നോട് എൻ്റെ പിതാവ് ചെയ്യത്തില്ല. അത് കാരണം ഞാൻ പറഞ്ഞു, ഞാൻ ഇവിടുന്ന് മാറുന്നില്ല, ഞാൻ ഇവിടെ തന്നെ നിന്നോളാം. അങ്ങനെ ഏതായാലും ഞാൻ അവിടെ തന്നെ നിന്നു. അതിൻ്റെ 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേന് PROയും അതുപോലെ തന്നെ എന്താ പറയുന്നത്, CID അവരുടെ ഇൻസ്പെക്ടറും അവരെല്ലാം കൂടെ വന്നു, ലേബർ ഓഫീസറും ഇവർ വന്നു എൻ്റെ അടുത്ത് വന്നു. എനിക്ക് കണ്ടവളെ മനസ്സിലായി. എന്നോട് പറഞ്ഞു, ഞങ്ങൾ നിന്നെ കൊണ്ടുപോകാൻ വന്നതാണ്, നീ ഒമാൻ ഇൻഷുറൻസിന്റെ വിസയില് ഇവിടെ ജോലി ചെയ്യുക. സാധാരണഗതിയിൽ അവിടെ ആരും വരുന്നതല്ല, കാരണം അതൊരു കേക്കിന്റെ കമ്പനിയാണ്. എന്തായാലും അവര് എന്നെ കൊണ്ടുപോകാൻ തയ്യാറായി. ഞാൻ ഉടനെ ഈ പറഞ്ഞ റെഞ്ചി പോര് എൻ്റെ ഓഫീസിൽ തന്നെ, അടുത്ത ബിൽഡിങ്ങിൽ തന്നെ, ആ ബിൽഡിങ്ങിൽ തന്നെ വർക്ക് ചെയ്യുന്നു. പുള്ളിയെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഓഫീസിൽ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു, ഇതുപോലെ ഇവർ വന്നിട്ടുണ്ട് എന്നെ കൊണ്ടുപോകാൻ. ഉടനെ എനിക്ക് സബ്സ്റ്റിറ്റ്യൂട്ടിനെ അവിടെ വെച്ച് വേറെ ആൾക്കാരെ വെച്ചു. എന്നെ അവര്, ഞാൻ യൂണിഫോം ഒക്കെ മാറി, അതിനൊക്കെയുള്ള പെർമിഷനൊക്കെ അവർ തന്നു. ഞാനൊന്നും എടുത്തില്ല. ഞാൻ ആ റൂമിൽ നിന്ന് എന്നെ ഇവര് വിലമൊന്നും വെച്ചില്ല കേട്ടോ. വിലമൊന്നും വെക്കാതെ അവര് മറ്റുള്ളവരുടെ നോട്ടത്തിൽ അതൊക്കെ ഒരു സംഭവം. അതെ, അതിലേക്കൊന്നും കിടക്കുന്നില്ല. കാരണം ഒരു വലിയ ഹിസ്റ്ററിയാണ്. കാരണം ദൈവം പൗലോസിനെ എങ്ങനെ കരുതിയോ കാരാഗ്രഹത്തിൽ, അതുപോലെ എന്നെ കരുതി. ഞാൻ അവിടെ നിന്ന് പോവാനായിട്ട് അവരുടെ കൂട്ടത്തിൽ പോയി. അന്ന് അവിടുത്തെ ജയിലില്, അതായത് ജുമേറ ജയിലില് സ്റ്റേ ചെയ്തു. പിറ്റേ ദിവസം ഒരു ലേബറിൽ കൊണ്ടുപോയി.
ലേബറിൽ കൊണ്ടുപോയി എന്നെ പിന്നെ ജയിലിലേക്ക് അങ്ങ് വിടുമായിരുന്നു. ജയിലിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ ജയിലധികാരികളോട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ പിന്നെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, അവരോട് ഞാൻ എന്ന് പറഞ്ഞു എനിക്കൊന്ന് ഫോൺ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം ഫോൺ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് പിറ്റേ ദിവസമാണ് കേട്ടോ. അന്നത്തെ രാത്രി അവിടെ കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാൻ ഫോൺ ചെയ്യാൻ ചെന്നു. എനിക്ക് ഫോൺ ചെയ്യാനുള്ള അനുമതി തന്നു. ഫോൺ ചെയ്തു. ഞാൻ പ്രിയപ്പെട്ടവരോട് പറഞ്ഞിട്ടതുപോലെ ഞാൻ പറഞ്ഞല്ലോ, പിന്നെ ഞാൻ എന്നെ അങ്ങോട്ട് വിളിച്ചോളാം, ഇങ്ങോട്ട് വിളിക്കണ്ട, ഞാൻ എൻ്റെ ഓഫീസിൽ വിളിച്ചു തരും, അത് കാരണം എന്നെ വിളിക്കണ്ടെന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ എന്നോട് ചോദിച്ചു, അന്നേരത്തെ എന്നോട് ഫ്ലാഷായി, രോമാചരി അച്ചായന അവിടെ ജയിലിലാണ്, ഏതായാലും കൊള്ളാം. അപ്പോൾ ഞാൻ വൈഫിനെ വിളിച്ചു കഴിഞ്ഞപ്പം വൈഫിനോട് ഞാൻ ഇപ്രകാരം പറഞ്ഞു, അതുപോലെ എൻ്റെ ഓഫീസൊക്കെ മാറി, ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം, നീ എന്നെ എന്നോട് തിരിച്ചു വിളിക്കണ്ട എന്ന് പറഞ്ഞു. അതായത് എന്നോട് ചോദിച്ചു, കലുമുടി മുട്ടയടിക്കുമെന്ന് എന്നോട് ചോദിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി കാര്യങ്ങൾ കൈവിട്ടു പോയി എന്നുള്ളത്. ഏതായാലും കൊള്ളാം, എനിക്ക് അവിടെ പോലീസ് ഡിപ്പാർട്ട്മെന്റിലാണേലും ലേബറിലാണേലും നല്ല ഒരു അറ്റ്മോസ്ഫിയർ അവിടെ എനിക്ക് ക്രിയേറ്റ് ചെയ്തത്. പോലീസ് ലേബർ ആണേലും ലേബർ ഓഫീസർ എന്നോട് പറഞ്ഞു, എനിക്ക് നിന്നെ കണ്ടിട്ട് ഒരു പ്രത്യേകത തോന്നുന്നുണ്ട്, അതുകൊണ്ട് നിന്നെ ഞാൻ സുഹാൻ ജയിലിലേക്ക് വിടുന്നില്ല, ഇവിടെ നിന്ന് തന്നെ നിന്നെ കയറ്റി വിടാം എന്ന് പറഞ്ഞു. അങ്ങനെ അവിടുന്ന് തന്നെ എന്നെ നാട്ടിലേക്ക് കയറ്റി വിടാനുള്ള ക്രമീകരണമൊക്കെ പുള്ളി ചെയ്തു. എവിടെല്ലാം പോയോ അവിടെ ഒന്നും എന്നെ വിലങ്ങ് വെച്ചില്ല. എന്നെ വിലങ്ങ് വെക്കാതെ പാസ്പോർട്ട് എടുക്കാനായിട്ട് ഒമാൻ ഇൻഷുറൻസ് കമ്പനിയിൽ പോയി. കമ്പനിയിൽ പോയപ്പോൾ കമ്പനിയിലോട്ട് എന്നെ വിട്ടില്ല, അദ്ദേഹം കൊണ്ടുപോയില്ല. അദ്ദേഹം തന്നെ പോയി പാസ്പോർട്ടും എല്ലാം മേടിച്ചുകൊണ്ട് വന്ന് ഞാൻ അവിടെ നിന്ന് കയറിപ്പോകാനുള്ള സാഹചര്യങ്ങളൊക്കെ ദൈവം ഒരുക്കി. ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. ദൈവം നമ്മളെ അത്രമാത്രം കരുതി എന്ന് എനിക്ക് പറയുവാൻ തക്കവണ്ണം ഇടയാകും. സ്തോത്രം. അപ്പൊ ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കിയപ്പോൾ ഈ അനുഭവങ്ങൾ ഞാൻ ഇവിടെ നാട്ടിൽ വന്നു. അതൊക്കെ ഒരുപാട് ചരിത്രങ്ങളുണ്ട്. ഞാൻ നാട്ടിൽ വരിക എന്ന് പറയുമ്പം അവിടെ നിന്ന് എന്നെ കയറ്റി വിട്ടേ. എന്നെ കയറ്റി വിട്ടപ്പോൾ എൻ്റെ കൂടെ 11 പേരുണ്ടായിരുന്നു വേറെ. അവര് എല്ലാം ഓരോരോ കുറ്റം ചെയ്തിട്ട് അവര് നാട്ടിലേക്ക് വിടുക. ഇവര് കയറിയപ്പം അവർക്ക് ആർക്കും വിലങ്ങ് വെക്കണ്ടെന്ന് പറഞ്ഞു. അവിടെ നിന്ന് വണ്ടിയെ കയറുമ്പം വിലങ്ങ് വെച്ചില്ല. ജുമേറ ജയിലിലോട്ട് പോയപ്പം വിലങ്ങ് വെച്ചില്ല. അത് കഴിഞ്ഞ് എയർപോർട്ടിലോട്ട് പോയപ്പോഴും വിലങ്ങ് വെച്ചില്ല. ദൈവം എന്നെ കരുതിയത് എപ്പാരമെന്ന് ഒന്ന് മനസ്സിലാക്കാനാണ് ഞാൻ പറഞ്ഞത്. കാരണം അവർ പറയുക, എടാ ഇത് ചരിത്രത്തിൽ ആദ്യമാണല്ലോ ഈ നമ്മളെ വിലങ്ങ് വെക്കാതെ ഇവർ കൊണ്ടുപോകുന്നത്. പലവട്ടം അവിടെ നിന്ന് ജയിലിൽ നിന്ന് ഒക്കെ പോയ ആൾക്കാരും ഇതിനകത്തുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത് അല്ലാതെ ഞങ്ങളെ എയർപോർട്ടിൽ കൊണ്ടു. ഞാൻ എയർപോർട്ടിൽ ചെന്നപ്പോൾ എൻ്റെ ചർച്ചയിൽ നിന്നുള്ള ആൾക്കാരാണ്ട് മുഴുവൻ പേരും ഉണ്ട് അവിടെ. അവിടെ അവർ വന്ന് വെയിറ്റ് ചെയ്യുക, എന്നെ ഒന്ന് കാണാനും ഒരു ടാറ്റ പറയാനും. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം പോലീസുകാർ എന്നോട് ചോദിക്കുക, ആ നിൽക്കുന്നതൊക്കെ നിന്റെ ആൾക്കാരാണ്. ഞാൻ പറഞ്ഞാതെ. എന്നോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, നീ അവരുടെ അടുത്ത് പോയി സംസാരിച്ചു, നിന്നെ ആവശ്യമുള്ളത് ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞു. എന്നാലും ഞാൻ ചിലപ്പോൾ അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ നിന്ന് വർത്താനം പറയുമ്പം നമ്മുടെ ഉള്ളിൽ ഒരു പ്രയാസമാണ്. അയ്യോ, എന്നാലും ഞാൻ തിരിച്ചു വന്നു. സാറേ, ഓക്കെ, സംസാരിച്ചു. No, you go and talk to them. Till you go to immigration. ഇമിഗ്രേഷനിലോട്ട് പോകുന്നതും വരെ അവരുമായിട്ട് സംസാരിച്ചു, അവരുമായിട്ട് വർത്തമാനം പറഞ്ഞു, ഒരു പ്രശ്നവും ഇല്ലെന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ ദൈവം ആരാണ്? ദൈവം നമ്മളെ അതുപോലെ കരുതി ഒരു 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 പ്രത്യേക അനുഭവം. ഞാൻ അവിടെ നിന്ന് ഇമിഗ്രേഷനൊക്കെ വന്നു. എനിക്കൊന്ന് 3 മണിക്കൂറോ 3.5 മണിക്കൂറോ എങ്ങാണ്ട് എടുപ്പിച്ചു. ഒത്തിരി നേരത്തെയാ എയർപോർട്ടിൽ ചെന്നു. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ ഇമിഗ്രേഷനിലോട്ടൊക്കെ കയറി കഴിഞ്ഞപ്പോൾ താടിയെല്ലാം വളർന്ന് ഒക്കെ ഇരിക്കുക. ഒന്നും നമുക്ക് അവിടെ വേറെ ഒന്നും ചെയ്യാനൊന്നും പറ്റത്തില്ലല്ലോ. അപ്പം എൻ്റെ കൂട്ടുകാര്, അതായത് ചർച്ചുകാര്, അവർ തന്നെ
എനിക്ക് നാട്ടിലോട്ട് പോകുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ വേണോ അതെല്ലാം അവർ അറേഞ്ച് ചെയ്ത് പെട്ടി ബാക്കി എല്ലാ സംവിധാനവും അവിടെ കൊണ്ടു തരികയായിരുന്നു ചെയ്ത് എയർപോർട്ടിൽ. അതൊക്കെ ജയിലിലാണ്, ഞാൻ ഓർക്കുന്നില്ല. ഏതായാലും അതെല്ലാം കിട്ടി. ഞാൻ അകത്ത് ചെന്ന് നോക്കിയപ്പം ട്രേസറ് കാര്യങ്ങള് എല്ലാം ഉണ്ട്. ഞാനൊന്ന് ഷേവ് ചെയ്യാൻ നോക്കിയിട്ട് ഒരു വിധത്തിൽ 2 or 3 എണ്ണം എടുത്തിട്ടും എൻ്റെ മീശ എല്ലാം കൂടെ താടി എല്ലാം കൂടെ കണ്ടിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഒടുവിൽ എന്തോ ചെയ്യും, ഈ പകുതി കെട്ടിച്ചുകൊണ്ട് എങ്ങനെ പോകുന്നു എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചു. എങ്കിലും എല്ലാ കാര്യങ്ങളും ശരിയായി. ഞാൻ നാട്ടിൽ വന്ന് എൻ്റെ സാക്ഷ്യം കേട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവൾ ഞാൻ സ്നാനപ്പെട്ടപ്പോൾ എന്നോട് പറഞ്ഞ എന്നാന്നറിയാം, കുഴപ്പമില്ലായിരുന്നു ഡാഡി, സ്നാനപ്പെടുകയൊന്നും വേണ്ടായിരുന്നു, ഡാഡിക്ക് കേട്ടോലിയും കള്ളുകൂടിയും ഒക്കെ നിർത്തിയില്ലേ, അത് മതിയായിരുന്നു, സ്നാനപ്പെടണ്ടായിരുന്നു. പറഞ്ഞു ഓക്കെ, ഞാൻ സ്നാനപ്പെട്ടു. കാരണം ഞാൻ ദൈവസേനയിലെടുത്ത തീരുമാനമാണ്. ഒടുവില് ഞങ്ങള് പിന്നെ ഞാൻ നാട്ടിൽ വന്ന് എൻ്റെ സാക്ഷ്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ ഭാര്യയും എൻ്റെ 2 പെൺമക്കളും, 2 പെൺമക്കളിൽ ഒരാൾ സ്നാനപ്പെടാൻ തയ്യാറായി. ഞാൻ സെപ്റ്റംബറിൽ വന്നു, ഒക്ടോബർ മാസം 14-ാം തീയതി അവര് 20 സ്നാനപ്പെട്ടു. അത് കഴിഞ്ഞ് 3 ദിവസം ഉപവാസ പ്രാർത്ഥന ചർച്ചയിൽ വെച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ മൂത്ത മകളും പറഞ്ഞു എനിക്കും സ്നാനപ്പെടണം. അങ്ങനെ അടുത്ത ആഴ്ചയിൽ അവളുടെ സ്ഥാനം കൂടെ നടത്തി. അങ്ങനെ അവര് 3 പേരും കർത്താവിന്റെ രക്ഷിതാവുമായി സ്വീകരിച്ചു. അപ്പം എൻ്റെ മോൻ ഇന്ന് കോളേജിൽ പഠിക്കുക. മോനോട് ഞാൻ പറഞ്ഞു, ഡാഡിയോട് ഇടപെട്ട ദൈവം, ഡാഡിയോട് സംസാരിച്ച ദൈവം എന്നോട് ഇടപെട്ടിട്ട് എന്നോട് സംസാരിക്കട്ടെ, അന്ന് ഞാൻ സ്നാനപ്പെട്ടോളാം. ഇത് 1995 കാര്യമാണ്. അപ്പൊ 95 ഈ കാര്യം അവൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അത് മതി, നിനക്ക് അങ്ങനെ ഒരു ചിന്തയാണെന്നുണ്ടെങ്കിൽ അത് മതി, ദൈവം സംസാരിച്ചിട്ട് നീ സ്നാനപ്പെട്ടാൽ മതി. അങ്ങനെ 99 ഞാൻ പിന്നെ പറഞ്ഞല്ലോ, എന്നെ ഇവിടുന്ന് കൊണ്ടുപോകുന്നെങ്കിലും 1 വർഷത്തിനകം അവരെന്നെ വീണ്ടും വിസ തന്ന് ഞാൻ എവിടെ ജോലി ചെയ്തോ, എവിടെ റിസപ്ഷനിസ്റ്റ് ആയിരുന്നോ ആ സ്ഥലത്തേക്ക് എന്നെ മടക്കി കൊണ്ടുപോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം മറ്റൊരു നേരത്തേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുപ്പിയും കൊണ്ടാണല്ലോ വരുന്നത്, കുപ്പി സിഗരറ്റും. അപ്പം ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം 96-ലാണോ 95 96 ലാസ്റ്റാ. അപ്പം എന്നോട് പറഞ്ഞു ഇതെല്ലാം കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, സി ഐ ഡോണ്ട് ടേക്ക് ഇറ്റ് നൗ, ഐ ഡോണ്ട് തിങ്ക് വൈ ആർ യു നോട്ട് ക്രിസ്ത്യൻ നൗ. ഇപ്പൊ നീ ഇപ്പൊ ക്രിസ്ത്യാനിയല്ലേ? ക്രിസ്ത്യാനികളെല്ലാം മദ്യപിക്കുമെന്നുള്ളത് അവരുടെ കണക്കൂട്ടൽ. ഞാൻ പറഞ്ഞു യെസ്, ഐ എം എ ബോൺ അഗെയിൻ ക്രിസ്ത്യൻ, ഐ എം എ ക്രിസ്ത്യൻ ബട്ട് ഐ എം എ ബോൺ അഗെയിൻ ക്രിസ്ത്യൻ, ഐ വോണ്ട് ടേക്ക്. ഓ യു ആർ ബോൺ അഗെയിൻ. അവർക്ക് ഭയങ്കര സന്തോഷമാണ് ഈ ബോൺ അഗെയിൻ ഒക്കെ. അവരല്ലെങ്കിൽ തന്നെ അവർക്കത് സന്തോഷമാണ്. അപ്പം വളരെ വളരെ നല്ല ഒരു മുൻപോട്ടുള്ള പോക്ക്. ഇവരോടൊക്കെ സുവിശേഷം പറയാൻ, ഇവരെയൊക്കെ കർത്താവിനെ പരിചയപ്പെടുത്തുവാൻ ഏതാണ്ട് അന്ന് മിക്കവാറും എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള ഈ എയറോസിൽ എന്ന് പറയുമ്പോൾ ആണുങ്ങളും ഉണ്ട് പെൺപിള്ളേരും ഉണ്ട്. അപ്പം ഇവരെല്ലാം വന്ന് ഇവരെന്നോട് വചനം കേൾക്കാനൊക്കെ നിൽക്കുമായിരുന്നു നാട്ടെ. ഏതായാലും ആ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങ് ഭയങ്കര സംഭവമായിരുന്നു. ഞാൻ തിരിച്ചു ചെന്നു. അവിടെ ഏതാണ്ട് 96 ചെന്ന് കഴിഞ്ഞപ്പോൾ മുതൽ കർത്താവിന് വേണ്ടി എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പൊ ഞാൻ മിക്കവാറും എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ 7 ദിവസം 15 ദിവസം 21 ദിവസം ഉപവസിക്കും. അങ്ങനെ ഉപവസിച്ച് ഒക്കെ പോകുമായിരുന്നു. ഈ കർത്താവിനെ അറിഞ്ഞതിന് ശേഷം ഒരു പാരസെറ്റമോൾ കൂടി ഞാൻ കഴിച്ചിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ഒരു രോഗത്തിന്റെ ഒരു പ്രയാസം വന്നത്. ഈ പൈൽസ് ആടുക എന്ന് പറഞ്ഞാൽ പൈൽസിന്റെ ഒരു പ്രശ്നം വന്നു. പൈൽസിന്റെ പ്രശ്നം വന്നു. അപ്പോ എല്ലാവരും ചർച്ചയാരും ഭാഷ എല്ലാവരും വന്നു പറഞ്ഞു ഓപ്പറേഷൻ അല്ലാതെ പിന്നെ മാർഗമില്ല, അതുകൊണ്ട് ഓപ്പറേറ്റ് ചെയ്യണം. ആംബുലൻസ് വരെ വിളിച്ച് ഞാൻ പറഞ്ഞു ഞാൻ പോകത്തില്ല.
ഞാൻ ബോധത്തിൽ എൻ്റെ കർത്താവ് സൗഖ്യം തരാൻ വിശ്വസ്തൻ. അങ്ങനെ എനിക്ക് ഇത് വന്നിട്ട് ഞാൻ അന്ന് ഒരു ദേവദാസൻ, അതായത് ഒരു മെഗാ മീറ്റിംഗ്, അന്നൊരു ദേവദാസൻ പാസ്റ്റർ ഹാരി ഗോമസ് എന്ന അദ്ദേഹത്തിന്റെ പേര്. ഹാരി ഗോമസ് അവിടെ വന്നു ദുബൈയില്. അദ്ദേഹം പ്രസംഗം എല്ലാം കഴിഞ്ഞതിന് ശേഷം ഓട്ടോക്കാൾ ആരെങ്കിലും രോഗികളായി ഭാരപ്പെടുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്ന സമയമാണ് എന്ന് പറയുവാൻ തക്കവണ്ണം ഇടയായി. ഞാൻ പോയി പ്രാർത്ഥിക്കാനായിട്ട്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് ഇതുപോലെ അയൽസിന്റെ പ്രശ്നമാണ്. അദ്ദേഹം പ്രാർത്ഥിച്ചു, പോയി. എനിക്കൊന്നും സംഭവിച്ചില്ല. ഒടുവില് അവർ പറഞ്ഞു, ആർക്കെങ്കിലും സൗഖ്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം? വന്ന് സാക്ഷ്യം പറയണം. ഞാൻ പോയി. കാരണം ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്നത് സൗഖ്യം പിൻപറ്റാനും. അപ്പൊ ഞാൻ അവിടെ ചെന്നു, സൗഖ്യം തന്നു എന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞു. എനിക്കൊന്നും സംഭവിച്ചുമില്ല. അന്ന് അങ്ങനെ സാക്ഷ്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ തിരിച്ച് വണ്ടി കയറി ഇരിക്കാൻ പോലും ബുദ്ധിമുട്ട്, അതുപോലത്തെ ഒരു സാഹചര്യമായിരുന്നു. ഒന്നും സംഭവിച്ചില്ല. ഇനി ഞാൻ പിറ്റേ ദിവസം വീണ്ടും ആ മീറ്റിംഗ് ഉണ്ട്. പിറ്റേ ദിവസത്തെ മീറ്റിങ്ങിന് ഞാൻ പോയി. അന്നും ഇതുപോലെ രോഗികളായിട്ടുള്ളവർക്ക് പ്രാർത്ഥിക്കാനുള്ള അവസ്ഥ ഉണ്ടായിരുന്നു. ഞാൻ പോയില്ല. കാരണം ഇന്നലെ 600,000 സാക്ഷ്യം പറഞ്ഞതാ എൻ്റെ ദൈവം എനിക്ക് സൗഖ്യം തന്നു. ഞാൻ ആ സൗഖ്യം അത് ഏറ്റെടുത്തുകൊണ്ട് പിറ്റേ ദിവസവും പോയി. ആരെയും എനിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. അന്ന് തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ എനിക്ക് ഒത്തിരി മാനസികമായി വളരെയധികം ഞാൻ ഭാരപ്പെട്ടു. എനിക്ക് സൗഖ്യം വ്യാപരിച്ചില്ല. തന്നെ ഇച്ചിലൂടെ വർസ്റ്റ് ആയിട്ടുള്ള ഒരു സാഹചര്യമായിരുന്നു. അങ്ങനെ ഞാൻ വിചാരിച്ചു, അന്ന് ഞാൻ പറഞ്ഞല്ലോ ഞാൻ കെയർ ടേക്കറാണ്. ഒരു ഫ്ലാറ്റ് 3 ബെഡ്റൂം അപ്പാർട്ട്മെന്റ് അന്ന് കാര്യമായിട്ടുണ്ടായിരുന്നു. ഈ 3 ബെഡ്റൂം അപ്പാർട്ട്മെന്റിലേക്ക് ഞാൻ കടന്നു ചെന്നു. അവിടെ ചെന്ന് ഞാൻ വിചാരിച്ചു എനിക്ക് സൗഖ്യം പ്രാപിച്ചേ ഞാൻ മടങ്ങി വരത്തുള്ളൂ. അപ്പൊ അവിടെ ചെന്ന് ഞാൻ മുഴങ്കാലിന്മേലിരുന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഒന്നും സംഭവിച്ചില്ല. യാതൊന്നും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെ എനിക്കറിയാം ഈ മെസ്സേജ് 5 വൻകരകളോടും കൂടെ സംസാരിക്കുന്നു. എനിക്ക് രോഗസൗഖ്യം എനിക്ക് കിട്ടിയില്ല. ഞാൻ അവിടെ നിന്ന് തിരിച്ച് എൻ്റെ റൂമിലോട്ട് വന്ന് കഴിഞ്ഞപ്പം എനിക്ക് റൂമിലോട്ട് കയറത്തില്ല. അതുപോലെ എങ്ങനെ ഞാൻ കയറും? കാരണം എനിക്ക് സൗഖ്യമില്ല. മറ്റുള്ളവരൊക്കെ നമ്മളെ എങ്ങനെ ഏത് രീതിയിൽ കാണും? ഞാൻ അവിടെ വന്ന് കട്ടിലോട്ട് കയ്യിൽ വെച്ച് മുട്ട് താഴെ വെച്ച് ഞാൻ അങ്ങനെ ഇരുന്നിട്ട് ഞാൻ പറഞ്ഞു, കർത്താവേ, ഞാൻ ഇനിയും പ്രാർത്ഥിക്കുന്നില്ല. നാളെ കാലത്ത് ഞാൻ എഴുന്നേൽക്കുമ്പോൾ എനിക്ക് പൂർണ്ണമായ ഒരു സൗഖ്യം നീതാൻ. അങ്ങനെ കർത്താവിനോട് പറഞ്ഞു പൂർണ്ണ സൗഖ്യം ഏറ്റെടുക്കുവാൻ ഇടയായി. പിറ്റേ ദിവസം കാലത്ത് എഴുന്നേറ്റപ്പോൾ എൻ്റെ ശരീരത്ത് അങ്ങനെ ഒരു രോഗമുണ്ടായി എന്നുപോലും പറയാൻ പറ്റാത്ത രീതിയിൽ പൂർണ്ണമായ ഒരു സൗഖ്യം എൻ്റെ കർത്താവ്. അപ്പൊ രോഗസൗഖ്യം അത് മക്കളുടെ അവകാശമാണ്. ആ അവകാശം നമ്മൾ ഏറ്റെടുത്ത് കഴിയുമ്പോൾ അത് അപ്രകാരം തന്നെ സംഭവിക്കും. അതിന് തർക്കമില്ല. കാരണം എൻ്റെ കർത്താവ് പൂർണ്ണമായി എന്നെ വിടുവിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ എൻ്റെ ചിന്ത, ഞാൻ ദൈവത്തിന് എന്തു കൊടുക്കും? അപ്പൊ എനിക്ക് എൻ്റെ ചിന്ത ദൈവത്തിന് കൊടുത്തേ പറ്റും. ദൈവത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കണ്ടത് എന്താണെന്ന് അറിയാമോ? ഞാൻ ദൈവസന്നിധിയിൽ 20 ദിവസം 21 ദിവസം 7 ദിവസമൊക്കെ സാധാരണ എടുക്കുന്നതാണ്. 40 ദിവസം ദുബൈയുടെ പ്രദേശത്ത് ജോലിയോടുള്ള ബന്ധത്തിൽ 40 ദിവസം ഞാൻ ഉപവസിക്കുവാൻ തീരുമാനിച്ചു. സ്തോത്രം. 40 ഡേയ്സ് ഉപവസിക്കാൻ തീരുമാനിച്ചു. 40 ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു പ്രയാസം തോന്നി. ഞാൻ അതിനെ അതിജീവിച്ചു കഴിഞ്ഞ 40 ദിവസവും പൂർണ്ണമായി ദൈവസന്നിധിയിൽ വെള്ളം കഴിക്കാതെ കാലത്ത് വൈകിട്ട് പോലെ ചായ കുടിച്ചുകൊണ്ട് ഞാൻ ഉപവസിച്ചു. 37ാമത്തെ ദിവസം സംഭവം ഉണ്ടായി. അതോടെ ഞാൻ പറഞ്ഞ് ഇരിപ്പാനാണ് കർത്താവിൽ താല്പര്യപ്പെടുന്നത്. 37ാമത്തെ ദിവസം അന്ന് ഞാൻ ഡ്യൂട്ടിയിലിരുന്നപ്പോൾ ഒരു സഹോദരൻ മുന്നേപ്പുറത്തെ ഓഫീസിൽ അങ്ങോട്ട് വന്നത്. ഓഫീസിൽ വന്ന് പുള്ളി ഒരു പ്രാവശ്യം ഇങ്ങനെ അങ്ങോട്ട് നടന്നു, തിരിച്ചു നടന്നു, വീണ്ടും കുറച്ച് നടന്നു.
അങ്ങോട്ടും ഇങ്ങോട്ടും 2-3 പ്രാവശ്യം നടന്നു. അപ്പൊ ഞാൻ ഇന്റർകോമിൽ വിളിച്ചിട്ട് ചോദിച്ചു, എന്തിനാ വന്ന എന്നാ കാര്യം എന്ന് ചോദിച്ചു. ഒന്നുമില്ലാന്ന്. ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഞാൻ ഡോർ ഓപ്പൺ ചെയ്ത് കയറി വരാൻ പറഞ്ഞു. അങ്ങനെ പുള്ളി കയറി വന്നു. മലയാളിയാ, കോട്ടയംകാരൻ. കയറി വന്നു. ഞാൻ ചോദിച്ചു, കുറേ നേരം ഉണ്ടല്ലോ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. അവിടുത്തെ ആ ഒരു സാറിനെ കാണുവാൻ അതിന് വന്നതാണ്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു. ഇതിലൂടെ ഞാൻ സുവിശേഷം പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ പറഞ്ഞു, ഞാൻ ഇപ്പോൾ ഉപവാസത്തിൽ 40 days ഫാസ്റ്റിങ്ങിലാണ്, ഇന്നെ 37ാമത്തെ ദിവസം എന്നൊക്കെ പറഞ്ഞു. അദ്ദേഹത്തിന് അതൊന്നും വിശ്വസിക്കാൻ പറ്റിയില്ല. ആഹാരം കഴിക്കാതെ ഈ 10-40 ദിവസമൊക്കെ ഉപവസിക്കുമോ? ഞാൻ ഉപവസിച്ചു. എന്നോട് പറഞ്ഞത്, അദ്ദേഹം പറഞ്ഞത്, ഞാൻ 2-3 പ്രാവശ്യം ഇങ്ങനെ പോയപ്പോൾ ഒരു പ്രത്യേകമായ ഒരു അനാവായിൻ്റെ ഒരു പ്രകാശം ഞാൻ ഇവിടെ കണ്ടു. നിങ്ങളുടെ മുഖത്തെ ഇങ്ങനെ ആവരണം ചെയ്യത്തക്ക രീതിയിൽ, ഇവിടെ ഈ ലൈറ്റ് പോലാണ്ട് ആവരണം ചെയ്യത്തക്ക രീതിയിൽ പിന്നെ ഒരു പ്രകാശം ഞാൻ കണ്ടു. 2-3 പ്രാവശ്യം ഞാൻ നടന്നു നോക്കി, അത് തന്നെ കണ്ടു. അതാണ് ഞാൻ അങ്ങോട്ട് ഇവിടെ നടന്നതെന്ന് പറഞ്ഞു. ഒടുവിൽ അദ്ദേഹത്തോടെ ഇക്കാര്യങ്ങളെല്ലാം സംസാരിച്ച് അദ്ദേഹത്തെ വിശ്വാസ ജീവിതത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് അതുകൊണ്ടാണ് 1-2 കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കി. നമ്മുടെ പ്രവാചകൻ പല കാര്യങ്ങൾ പറയുന്നുണ്ട്. പ്രവാചകൻ സ്ത്രീയെ ജനത്തോട് പറയുകയാണ്, ആകാശിനെ കേൾക്കാം, ഭൂമിയെ ചെവി തരിക, ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരെന്നോട് മത്സരിക്കുന്നു. കാള തന്റെ ഉടയവനെ അറിയുന്നു, കഴുത തന്റെ യജമാനെ അറിയുന്നു, എന്റെ ജനമോ എന്നെ അറിയുന്നില്ല. അപ്പോൾ ഈ ജനം അറിയണമെങ്കിൽ, ഈ ജനത്തെ അറിയാൻ വേണ്ടിയിട്ട് ദൈവം പല മുഖാന്തരങ്ങളായിരിക്കും ഒരുക്കുന്നത്. അതുകൊണ്ട് പാട്ടുകാരൻ പിന്നെ പറയുക, കൃപയാലത്രേ ആത്മരക്ഷ, അത് വിശ്വാസത്താൽ നേടുക, വില കൊടുത്തു വാങ്ങുവാൻ സാധ്യമല്ല. അത് ദാനം, ദാനം, ദാനം. മലകൾ കയറിയാൽ കിട്ടുകയില്ല, ക്രിയകൾ നടത്തിയാൽ നേടുകയില്ല. നന്മകൾ, നോമ്പുകൾ, നേർച്ചകൾ, കാഴ്ചകൾ, ഇവയാലൊന്നും രക്ഷ സാധ്യമല്ല. അപ്പൊ എങ്ങനെയാ? കൃപയാൽ അപ്രകാരം ലഭിച്ച ഒരു കൃപയാണ് ഇന്ന് ഈ സമയത്ത് എനിക്ക് നിങ്ങളുമായി പങ്കുവെക്കുവാനുള്ള അവസരം ഒരുക്കും. ഈ അരോമ TV ചെയ്യുന്ന ഈ പ്രവൃത്തി, ഈ ഈ ഈ ഒരു അനുഭവം ഭയങ്കരമാകട്ടോ. കാരണം അരോമ TV എത്ര പുകഴ്ത്തിയാലും എത്ര ആദരിച്ചാലും മതിയാവുകയില്ല. അവരുടെ പ്രവൃത്തിയിലൂടെ അനേക പ്രിയപ്പെട്ടവർ കർത്താവിനെ അറിയുവാൻ, പിൻപറ്റുവാൻ കർത്താവ് സാവകാശങ്ങളെ ഒരുക്കട്ടെ. ഒന്നേ വേണ്ടു. സ്വന്തം പൗലോസ് പറഞ്ഞൊരു കാര്യം ഇത്തരണത്തിൽ ശ്രദ്ധേയം. എന്താണ് അദ്ദേഹം പറഞ്ഞത്? അതായത്, ഇപ്പോഴാകുന്നു സുപ്രസാദകാലം, ഇപ്പോഴാകുന്നു രക്ഷാദിവസം. അതുകൊണ്ട് എന്തോ ചെയ്യണം? ഞാൻ പാപിയാണ്. എന്റെ പാപങ്ങൾക്ക് വേണ്ടി കർത്താവായ യേശുക്രിസ്തു ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുൻപ് സ്വർഗത്തിലെ സകല മഹിമകളും വെടിഞ്ഞ് ഈ താണലോകത്തിൽ ഇറങ്ങി വന്നു. അവൻ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ഇത് സത്യമാണ്. ഈ സത്യം ഞാൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നു. രക്ഷയ്ക്കായി വായ് കൊണ്ട് പറയും. ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിയുമ്പോൾ ഈ രക്ഷയുടെ ഒരു അനുഭവത്തിലേക്ക് കടന്നു വരും. അങ്ങനെ വരുമ്പോൾ എന്തോ ചെയ്യും? നിന്റെ പേര് എന്ത് ചെയ്യും? ജീവന്റെ പുസ്തകത്തിൽ എഴുതി ചേർക്കപ്പെടും. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവരെയും, അതാരും ആയിക്കൊള്ളട്ടെ, XYZ, ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവരെയും ഈ പൊയ്കയിൽ തള്ളിയിടും. അതിന് യാതൊരു വ്യത്യാസവും യാതൊരു മാറ്റവും ഉണ്ടാകുന്നില്ല. ഇപ്പോൾ ഞാൻ ഒരു ക്രിസ്ത്യാനി, ആ നാളിലോ പാരമ്പര്യമായിട്ട് ഞാൻ ക്രിസ്ത്യാനി. എങ്ങനെ ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർന്നത്? ഒരു ഹിന്ദു ആണെങ്കിലോ ഒരു ഹിന്ദു കുടുംബത്തിൽ ജനിച്ചു വളരുന്നത് കൊണ്ടാണ് ഹിന്ദു ആയത്. ഒരു മുസ്ലിം ആണല്ലോ മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു വളർന്നത് കൊണ്ടാണ്.
അതുകൊണ്ടാണ് കർത്താവ് യഹോവയായ ദൈവം ചോദിച്ചത്, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണാൻ ഞാൻ സ്വർഗത്തിൽ നിന്ന് നോക്കി, ആരെയും കണ്ടില്ല. ക്രൈസ്തവവും അതുകൊണ്ട് ഈ സമയത്ത് ഈ കർത്താവായ യേശു ക്രിസ്തുവിന് അവിടെയുണ്ട് പ്രശ്നങ്ങളുണ്ട്. കാരണം എന്റെ പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എന്റെ അടുത്ത് വരാൻ പറ്റത്തില്ല. കർത്താവായ യേശു ക്രിസ്തുവിന്റെ അടുത്ത് വരണമെങ്കിൽ പിതാവ് ആകർഷിക്കണം. ആ പിതാവിന്റെ ആകർഷണ വലയത്തിലേക്ക് ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവർ കടന്നു വരുവാൻ ഞാൻ ആഹ്വാനം ചെയ്യുക. കാരണം നമ്മുടെ കർത്താവിന്റെ വരവ് ആസന്നമായി. ഇപ്പം പലരും പത്രോസ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ചിലർ അതായത് ഈ കർത്താവിന്റെ വരവിനെ കുറിച്ചും ഒക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ പറയുന്നത്, ഓ ഈ എത്രയോ കാലങ്ങളൊന്നും ഇത് കേൾക്കുന്നു, ഇതുവരെ കർത്താവ് വന്നില്ലല്ലോ എന്നൊക്കെ പറയുന്ന അവസരം നമ്മുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ ഇവിടെ കർത്താവായ യേശു ക്രിസ്തു പറയുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും, എന്നിൽ കൂടെ അല്ലാതെ ആരും എൻ്റെ പിതാവിന്റെ സന്നിധിയിൽ എത്തിച്ചേരുകയില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇപ്പോഴാവുന്ന സുപ്രസാദ, ഇപ്പോഴാവുന്ന രക്ഷാദിവസം ആ കർത്താവിനെ അറിയുവാൻ പിൻപറ്റുവാൻ വലിയവനായ ദൈവം അവകാശങ്ങൾ ഒരുക്കട്ടെ. അവസരം ഒരുക്കി തന്ന രോമാ ടിവിയോടുള്ള പ്രത്യേകമായ കടപ്പാട് ഞാൻ ഓർപ്പിച്ചുകൊണ്ട് ദൈവസന്നിധി ഇരിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ക്രൈസ്തലോ. ആമേൻ, ആമേൻ, ആമേൻ. വളരെ അനുഗ്രഹീതമായ ഒരു സാക്ഷ്യം പ്രിയ PG മാത്യൂസ് അങ്കിളിലൂടെ കേൾക്കുവാൻ കർത്താവ് കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരു പാരമ്പര്യ ക്രൈസ്തവ കുടുംബത്തിൽ ഒരു ക്രിസ്ത്യാനിയായിട്ട് ജനിച്ചു. ഒരു പാരമ്പര്യ ക്രിസ്ത്യാനി എന്ന നിലയിൽ ആ ഒരു അറിവനുസരിച്ച് ആ നിലയിലുള്ള ഒരു ജീവിതം നയിച്ചു. അത് പല നിലകളിലൂടെ മുന്നോട്ട് പോകുവാൻ ഇടയായി തീർന്നു. പ്രാഥമിക വിദ്യാഭ്യാസം കഴിഞ്ഞ് എയർഫോഴ്സിൽ ജോയിൻ ചെയ്യുവാൻ എയർഫോഴ്സ് ഉദ്യോഗസ്ഥനായി ചില വർഷങ്ങൾ സേവനമനുഷ്ഠിച്ചു. തുടർന്ന് പോലീസ് ഉദ്യോഗസ്ഥനായിട്ട് രാജ്യത്തിൻ്റെ പലയിടങ്ങളിൽ സേവനമനുഷ്ഠിക്കുവാൻ ഇടയായി തീർന്നു. അതേ തുടർന്ന് പിന്നീട് വിദേശത്ത് പോകുവാനും അവിടെ വെച്ച് കർത്താവിനെ കണ്ടുമുട്ടുവാനും ഇടയായി തീർന്നു. എന്നാൽ ഇതിനോടകം ലഭിച്ച എല്ലാ സ്വാതന്ത്ര്യവും പരമാവധി വിനിയോഗിച്ചു. ലോകപ്രകാരമുള്ള എല്ലാ സുഖ സൗകര്യങ്ങളും സന്തോഷങ്ങളും ഒക്കെ അനുഭവിച്ചു. എന്നാൽ അതിനേക്കാൾ ഉപരിയായി ജീവിതത്തിലേക്ക് കർത്താവായ യേശു ക്രിസ്തുവിന് അവസരം കൊടുത്തപ്പോൾ, യേശു ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ, അതിന് മുൻപുണ്ടായിരുന്നതിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠവും മാന്യവുമായ ഒരാത്മീയ തലത്തിലേക്ക് വരുവാൻ ദൈവം കൃപ ചെയ്തു എന്നുള്ളതാണ് ഈ സാക്ഷ്യത്തിൻ്റെ അന്തസത്ത. ഏറ്റവും ഒടുവിലായി പറയുകയുണ്ടായി, ഒരു ഹിന്ദുവായി ഒരാൾ ജനിച്ചാൽ അവൻ ഹിന്ദുവായി അറിയപ്പെടുന്നു. ഒരു മുസ്ലിം കുടുംബത്തിൽ ഒരാൾ ജനിച്ചാൽ ആ വ്യക്തി മുസ്ലിമായി അറിയപ്പെടുന്നു. ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ഒരാൾ ജനിച്ചാൽ ആ വ്യക്തി ഒരു ക്രിസ്ത്യാനിയായി അറിയപ്പെടുന്നു. അങ്ങനെയെങ്കിൽ ഒരു ദൈവ പൈതലായി ജനിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഒരു ദൈവ പൈതലായിട്ട് അറിയപ്പെടുവാൻ തക്കവണ്ണം കഴിയുകയുള്ളൂ. അത് ഏതെങ്കിലും ഒരു കുടുംബത്തിലോ ഏതെങ്കിലും ഒരു സമുദായത്തിലോ ഏതെങ്കിലും ഒരു പാരമ്പര്യത്തിലോ ജനിക്കുന്ന ഒരു അനുഭവമല്ല. പിന്നെ ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അവനെ കൈക്കൊണ്ടവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. ഇപ്പോൾ പറഞ്ഞതുപോലെ, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. അങ്ങനെയെങ്കിൽ ഹിന്ദുവായോ മുസ്ലിമായോ ക്രിസ്ത്യാനിയായോ ജനിച്ചതുകൊണ്ട് ആരും സ്വർഗത്തിൽ പോകുന്നില്ല. സ്വർഗത്തിൽ ഒരാൾക്ക് പോകണമെങ്കിൽ അവന് ദൈവ പൈതലായി ജനിക്കണം. ഒരുവൻ ദൈവ പൈതലാകണമെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ് കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറഞ്ഞ് പരസ്യമായി കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് വിശുദ്ധിയിലും വേർപാടിലും ജീവിച്ച് കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ സ്വർഗത്തിൽ പോകുവാൻ കഴിയുകയുള്ളൂ. അങ്ങനെയെങ്കിൽ അത് ഒരു പുതിയ സൃഷ്ടിയാണ്. മതമല്ല, നമ്മുടെ സങ്കല്പങ്ങളല്ല, നമ്മുടെ പാരമ്പര്യമല്ല നമ്മെ സ്വർഗത്തിൽ കൊണ്ടെത്തിക്കുന്നത്. പകരം നാമും നമ്മുടെ സൃഷ്ടിതാവും
നമ്മുടെ വീണ്ടെടുപ്പുകാരനുമായ കർത്താവുമായിട്ടുള്ള ഒരു അഭേദ്യമായ ഉടമ്പടിയാണ്. ആ ഒരു ഉടമ്പടിയിൽ ഏർപ്പെടാത്ത ആർക്കും തന്നെ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെടുകയില്ല. അങ്ങനെയെങ്കിൽ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെടാത്ത ആർക്കും തന്നെ നിത്യജീവനെ കരസ്ഥമാക്കുവാൻ കഴിയുകയില്ല. നിത്യജീവനെ കരസ്ഥമാക്കുവാൻ തക്കവണ്ണം പ്രിയ PG മാത്യൂസ് അങ്കിളിന് കർത്താവ് കൃപ ചെയ്തു. ഇന്ന് ആ കുടുംബം കർത്താവിന് വേണ്ടി നിലകൊള്ളുന്നു. അനേകരെ കർത്താവിങ്കിലേക്ക് വഴി നടത്തുവാൻ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവ് വാത്സല്യ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. പ്രിയ അങ്കിളിനെ സൗഖ്യവും ആരോഗ്യവും ദീർഘായുസ്സും തന്ന് കർത്താവിന് രാജ്യത്തിന് വേണ്ടി ഏറെ പ്രയോജനപ്പെടുവാൻ പിന്നെ ഇത് ഉപയോഗിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന മാന്യ പ്രേക്ഷകരെ, നിങ്ങൾക്ക് ഈ സാക്ഷ്യം അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഈ സാക്ഷ്യം ഒരു അനുഗ്രഹമായി തീർന്നു എങ്കിൽ ദൈവസന്നിധിയിൽ ഒരു നിമിഷം നമുക്ക് കേട്ടതുപോലെ കർത്താവിൻ്റെ സന്നിധിയിൽ അനുഗ്രഹിക്കപ്പെടുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല എങ്കിൽ നമുക്കൊരു നിമിഷം സമർപ്പിക്കാം. കർത്താവേ, ഞാനിതാ എന്നെ നിങ്ങളുടെ കരങ്ങളിലേക്ക് ഭരമേൽപ്പിക്കുന്നു. കർത്താവേ, ഞാൻ അവിടുത്തെ പാദപീഠത്തെങ്കിൽ ഇതാ അടുത്ത് വരുന്നു. എൻ്റെ ആത്മാവിനും പ്രാണനും ശരീരത്തിനും ആവശ്യമായിരിക്കുന്ന എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും പുത്രനായ യേശു ക്രിസ്തുവിലൂടെ അവിടുന്ന് നൽകി തന്നിരിക്കുന്നു. ആമേൻ. പ്രാരംഭത്തിൽ പ്രിയങ്ങൾ ഓർപ്പിച്ചതുപോലെ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ദൈവത്തെ സ്നേഹിക്കുന്ന തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി ദൈവം എല്ലാം നന്നായി നന്മയ്ക്കായി ചെയ്യുന്നു. ആമേൻ. അതുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ദൈവം ഒരുക്കിയിട്ടുള്ളതൊരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ട് പോലുമില്ലാത്തതായ ആമേൻ ആത്മീയ മാനസിക അനുഗ്രഹങ്ങൾ, ആശ്വാസങ്ങൾ നമുക്കും പ്രാപിക്കാം. നമുക്കൊരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, ദൈവത്തിന് പ്രാർത്ഥിക്കാം. നാം എല്ലാവരും സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അരോമ TVയുടെ പ്രേക്ഷകർക്ക് വേണ്ടി പ്രിയ PG മാത്യൂസ് അങ്കിള് ഒരു നിമിഷം പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കും. പ്രാർത്ഥിക്കാം. നമുക്ക് കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളെ ക്രിസ്തുയേശുവിൽ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ സന്ധ്യാസമയത്തിനായി ദൈവത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവേ, കേൾക്കപ്പെട്ടതുപോലെ കർത്താവിനെ അറിയുവാൻ, പിൻപറ്റുവാൻ ഈ രാത്രികാലം ചിലരുടെയെങ്കിലും പേരുകൾ ജീവന്റെ പുസ്തകത്തിൽ എഴുതി ചേർക്കപ്പെടുവാൻ വലിയവനായ ദൈവം സഹായിക്കേണ്ടതിന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വരവാസന്നമായി എന്ന് ലോകസംഭവം ഞങ്ങളെ വിളിച്ചറിയിക്കുമ്പോൾ വരവിനായി നീ ഞങ്ങളെ ഒരുക്കണമേ. ആരെങ്കിലും കർത്താവിനെ അറിയാത്തവരുണ്ടെങ്കിൽ അവരും ഈ രാത്രികാലം കർത്താവിനെ പിൻപറ്റി ഒരുക്കത്തോടെ ആയിരിക്കാൻ വലിയവനായ ദൈവം സഹായിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് സകല നന്മയ്ക്കായി ചെയ്യും. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. വളരെ നന്ദി പ്രിയ PG മാത്യൂസ് അങ്കിൾ, ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും സാക്ഷ്യവും പങ്കുവയ്ക്കുവാൻ അരോമ TVയിൽ സമയം വേർതിരിച്ചതിനെ കർത്താവിൻ്റെ ദാസനുള്ളതായ നന്ദി സ്നേഹം അറിയിക്കുന്നു. ദൈവമായ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന മാന്യ പ്രേക്ഷകരുള്ളതായ നന്ദി സ്നേഹവും ഇത്തരണത്തിൽ ഞങ്ങൾ അറിയിക്കുന്നു. ഈ സാക്ഷ്യം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കും. അവർ കേൾക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ടതിലൂടെ ദൈവനാമം മഹിമപ്പെടുവാനിടയായിത്തീരും. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഒരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ ഞങ്ങളുടെ പ്രാർത്ഥനാ കൂട്ടായ്മയുമായി ബന്ധപ്പെടുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യവുമായി വീണ്ടും കാണുവരെയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.